കോടികൾ ഗേറ്റിനും റോഡിനും വയലും വേണ്ടിട്ട് തീർക്കാനും ഇതിലൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന് പറയുന്നവരോട് അതിന് സപ്പോർട്ട് ചെയ്യാൻ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് നവോത്ഥാനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? എന്ത് നവോത്ഥാനമാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ചതോ? ഇന്നലെ ജുമാ നിസ്കരിച്ചപ്പോൾ മദീന മുനവ്വറയിലെ മുഅദ്ദിൻ മാഷാ അല്ലാഹ് ഇന്നലെ 2 ബാങ്ക് കൊടുത്തില്ലേ ജുമാക്ക്? ഇവിടെ മദീനത്ത് കൊടുക്കുന്നില്ലേ? മക്കയിൽ കൊടുക്കുന്നില്ലേ? അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് എടുത്തു കളയുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണോ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ നവോത്ഥാനം? ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ ഉള്ള കാലത്തോളം ഞങ്ങളുടെ പേനയും ഞങ്ങളുടെ കലമും ഞങ്ങളുടെ ഗ്രന്ഥവും ഞങ്ങളുടെ സ്ഥാപനവും ഞങ്ങളുടെ നാവും ഉള്ള കാലത്തോളം നിങ്ങളെ ഈ നവോത്ഥാനത്തിന് ഇവിടെ അനുവദിക്കുകയില്ല. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും അതിൽ വേണ്ട. ആ വ്യത്യാസം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ടു. നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. നിങ്ങളെ നേതാക്കളായ ശൈത്താന്മാരോട് ഞങ്ങൾ നേതാക്കളായ ഔലിയാക്കളോട് നിങ്ങളെ കാര്യകാരണത്തിന്റെ ബന്ധത്തിന്റെ തലയും ഉടലും ഞങ്ങൾ ഇതാ ഈ മസ്കത്തിൽ ഇവിടെ മാസിൻ തങ്ങളുടെ മണ്ണിൽ കുടിച്ചു മൂടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. പറയണം നിങ്ങൾ. ഇനി കാര്യകാരണം കേരളത്തിൽ കണ്ടുപോകരുത് നിങ്ങളെ കാര്യകാരണ ബന്ധം. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞത്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് ശിർക്കാന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. പറയണം നിങ്ങൾ. അവിടുന്ന് വിസർത്ത് പോകുന്നത് എത്ര ചെലവുണ്ട്? ഒരു കാര്യകാരണ ബന്ധം കൂടി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ എവിടുന്ന് വരെ ഞങ്ങളൊക്കെ? അപ്പൊ ആയത്തോയി ഹദീസുമായി സ്വഹാബിന്റെ ചരിത്രമായി മിണ്ടി പോകരുത്. അതാ പറയാം. പിന്നെ കാര്യകാരനാണ് പൊളിഞ്ഞെടുക്കാണ്. കാര്യകാരണം വേണ്ടിയിട്ടില്ല. ഇത് ഞങ്ങള് ഏകപക്ഷീയമായ ആക്രമണമാണ്. 100 കോടി ഒന്നിച്ചടിച്ചിരിക്കുകയാണ്. വെറുതെ അല്ല സക്കരിയ വരാന്ന്. സക്കരിയക്കറിയാ ഈ ഘട്ടത്തിൽ പോയാൽ ശരിയാവില്ല. സാധുക്കളെ വണ്ടി കാറ്റി വിട്ടതാ. പെടുകയാണെങ്കിൽ ഒരു പെട്ടോട്ടെ, സാധുക്കളല്ലേ പെടുള്ളൂ. ഞങ്ങൾ ജിന്നിൽ കുടുങ്ങിയ ജിന്നൂരികളെ, നിങ്ങൾ ആദർശ പാപ്പരത്തും ഇവിടെ അല്ലാഹു ഞങ്ങളെ മുമ്പിൽ ഔലിയാക്കളെ മദദ് കൊണ്ട് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളെ പൊട്ടപ്പോയി തന്നെ നിങ്ങൾ അറിയട്ടെ. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു യാ അല്ലാഹ്. വളരെ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ ഈ വാദപ്രതിവാദം ഇവിടെ സമാപിക്കുമ്പോ നമുക്ക് സന്തോഷത്തോടെ പറയാം, ഇവിടെ സുന്നത്ത് ജമാഅത്ത് അതിന്റെ ഇസ്സത്ത് തെളിയിച്ചിരിക്കുകയാണ്. AP ഉസ്താദിന്റെ ഈ ശക്തമായ പ്രബോധനമാണ് നിങ്ങളെ പിളർത്തിയത്, എട്ടാക്കിയത്, പൊട്ടിച്ചത്. 8ഉം 10ഉമായി വീണ് കിടക്കുന്ന നിങ്ങൾ ഇൻഷാ അല്ലാഹ് 4-5 കൊല്ലം കൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും. മഖ്ദൂമിന്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ, നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ, അത് കിയാഹ് പകർന്നു തരുന്നൊരു ആത്മസമരമന്ത്രങ്ങൾ അന്ന് മഖ്ദൂം എഴുതിയ മങ്കൂസ് മൗലിദിന്റെ ഈണങ്ങൾ. അത് കിയാഹ് പകർന്നു തരുന്നൊരു ആത്മസമരമന്ത്രങ്ങൾ അന്ന് മഖ്ദൂം എഴുതിയ മങ്കൂസ് മൗലിദിന്റെ ഈണങ്ങൾ. അധിനിവേശ അനീതിക്കെതിരെ തുഹ്ഫയുടെ പ്രതിരോധങ്ങൾ. ഒത്തുചേർന്നു പഠിക്കുക നമ്മൾ വിപ്ലവത്തിൻ പാഠങ്ങൾ. മഖ്ദൂമിന്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ, നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ.
അഗ്നി തുപ്പും തോക്കിനു മുന്നിൽ പൊരുതി നിന്നു യുവാക്കൾ. പതറിയില്ലെന്നൊട്ടും നമ്മുടെ ധീരപൂർവ പിതാക്കൾ. അഗ്നി തുപ്പും തോക്കിനു മുന്നിൽ പൊരുതി നിന്നു യുവാക്കൾ. പതറിയില്ലെന്നൊട്ടും നമ്മുടെ ധീരപൂർവ പിതാക്കൾ. ചിട്ടയൊത്ത് പടപ്പാട്ടിന് താളമിട്ട സ്വരങ്ങൾ പാടി ഉജ്ജ്വലഗാഥ രചിച്ചു ശക്തമായ കരങ്ങൾ. മഖ്ദൂമിന്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ. മാഞ്ഞു പോകും വിപ്ലവമുദ്രകൾ വീണ്ടെടുത്തു ജയിക്കുക നാം. മിഥ്യവാഴും ലോകത്തിനുമേൽ സത്യമായി ജ്വലിക്കുക നാം. മാഞ്ഞു പോകും വിപ്ലവമുദ്രകൾ വീണ്ടെടുത്തു ജയിക്കുക നാം. മിഥ്യവാഴും ലോകത്തിനുമേൽ സത്യമായി ജ്വലിക്കുക നാം. നിത്യമുള്ളൊരു ആദർശത്തിൻ നിറനിലാവായി തൂകാം നാം. ധന്യമായ ചരിത്രത്തിന്റെ പുതിയ സൃഷ്ടി നടത്തുക നാം. നിത്യമുള്ളൊരു ആദർശത്തിൻ നിറനിലാവായി തൂകാം നാം. ധന്യമായ ചരിത്രത്തിന്റെ പുതിയ സൃഷ്ടി നടത്തുക നാം. മഖ്ദൂമിന്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على رسول الله. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, ഇരുവിഭാഗത്തിലുംപ്പെട്ട പണ്ഡിതന്മാരെ, സ്നേഹാദരങ്ങളുടെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ഇൽമിയായ സദസ്സിലാണ്. അതിൻ്റെ എല്ലാ അച്ചടക്കവും പാലിക്കാൻ നാം എല്ലാവരും വിശ്വാസികൾ എന്ന നിലയിൽ ബാധ്യസ്ഥരുമാണ്. ഈ ഒരു സന്ദർഭം ഒരുക്കി തന്ന സർവശക്തനായ അള്ളാഹുവിനോട് സർവസ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യവസ്ഥ സംബന്ധമായ കാര്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ഹമീദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഞാനും മീഡിയേറ്ററായി ഞാനും അബ്ദുൽ ഹമീദ് സാഹിബും ഇവിടെ, ഇത് പകുതി ഞാനും പകുതി ഹമീദ് സാഹിബ് വായിക്കും. നിങ്ങളത് സശ്രദ്ധം കേൾക്കുക. വായിക്കുന്നു. ഉള്ളാൽ തങ്ങൾ പ്രസിഡന്റും ഷെയ്ഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഗൾഫ് ഘടകമായ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF ഇവിടെ മവേല യൂണിറ്റും TP അബ്ദുള്ള കോയ മദനി പ്രസിഡന്റും AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയുമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ KNMന്റെ കീഴിലുള്ള സീബ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും തമ്മിൽ താഴെ പറയുന്ന വിഷയത്തിൽ സംവാദം നടത്താൻ ധാരണയായി. വിഷയം ഇസ്തിഗാസ, മുജാഹിദ് വാദം. മുഹിയുദ്ദീൻ ഷേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. സുന്നിവാദം, മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കല്ല. ഇതിൽ ഒപ്പുവെച്ചിരുന്ന ആളുടെ പേരുടെ പ്രസക്തമല്ല. അത് 2 യൂണിറ്റും തീരുമാനിച്ചതാണ്. അത് വായിക്കുന്നില്ല. സംവാദ സമയം 3.5 മണിക്കൂർ. ഇരു വിഭാഗത്തിനും 20 മിനിറ്റ് വീതം വിഷയാവതരണം. ചോദ്യം 3 മിനിറ്റ് വീതവും ഉത്തരം 4 മിനിറ്റ് വീതവും 10 തവണയായി ഇരു വിഭാഗത്തിനും അനുവദിക്കും. ചോദ്യോത്തര സെഷനുകൾക്ക് ശേഷം 10 മിനിറ്റ് അവലോകനത്തിനും ഇരു വിഭാഗത്തിനും സമയം നൽകുന്നതാണ്. വിഷയാവതരണം അവലോകനവും നറുക്കെടുത്ത് തീരുമാനിക്കുന്നതാണ്. രണ്ടാമത് വിഷയം അവതരിപ്പിച്ച വിഭാഗം മറുവിഭാഗത്തോട് ചോദ്യം ചോദിക്കുന്നതായിരിക്കും. ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവയായിരിക്കും പ്രമാണങ്ങൾ. ഇരുവിഭാഗത്തിൽ നിന്നുള്ള ഓരോ മധ്യസ്ഥന്മാർ ആയിരിക്കും സംവാദം നിയന്ത്രിക്കുന്നത്. ഒരു വിഭാഗം ഉന്നയിക്കുന്ന രേഖ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന പരസ്പരം കൈമാറേണ്ടതാണ്. ഇരു വിഭാഗത്തിനും സ്വതന്ത്രമായ ഓഡിയോ, വീഡിയോ, ലൈവ് റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ആകാവുന്നതാണ്. അതിന്റെ ചെലവ് സ്വയം വഹിക്കേണ്ടതാണ്. ആമുഖമായി ചില കാര്യങ്ങൾ ഓഡിയൻസിനോട് പറയാനുള്ളത്:
ഇവിടെ ആരും ആരെയും തോൽപ്പിക്കാനോ ആരും ആരെയും മേലും ഒരു വിജയം ിക്കാനോ അല്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആത്യന്തികമായ വിജയം പരലോക വിജയമാണ് ഒരു വിശ്വാസികൾ എന്ന നിലയിൽ. അപ്പോൾ നമുക്ക് നേടാനുള്ളത് അറിവാണ്. അറിവ് അത് യഥാർത്ഥ സോഴ്സിൽ തന്നെ നേടണം എന്നുള്ളൊരു നിയത്തോടുകൂടി ആ നസീഹത്തോടുകൂടി മാത്രം നമ്മൾ ഇതിനെ സമീപിക്കുക. ഇത് നല്ലൊരു വേദിയാണ്. ഇത്രയും പണ്ഡിതന്മാരും അതുപോലെ നല്ല ഒരു ഓഡിയൻസും ഇരുഭാഗത്തും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബഹുമാന്യതയും ആദരവും ഈ സദസ്സിനും കൊടുക്കണം. സാധാരണ ചില സംവാദങ്ങളിൽ കണ്ടുവരുന്ന പ്രകടനാത്മകം ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒരു മഹത്തായ രാജ്യത്ത് ജോലി ചെയ്യാൻ വന്നവരാണ്. ഈ രാജ്യത്തിന്റെ നിയമവും വ്യവസ്ഥയൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ. യാതൊരുവിധ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു പ്രകടനാത്മകത നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഇരുഭാഗത്തോടും ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ദയവ് ഇത് അതിനുവേണ്ടി ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതായിരിക്കും. മാത്രവുമല്ല ചില കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കാനുള്ളത്, രണ്ടു വിഭാഗത്തിനും റെക്കോർഡിംഗ് സംവിധാനങ്ങളുണ്ട്. ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വൈഫൈ ആരൊക്കെയോ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇൻഡിവിജ്വലായിട്ട് ആരും റെക്കോർഡിംഗ് ചെയ്യാതിരിക്കുക. രണ്ടു വിഭാഗത്തിനും നല്ല റെക്കോർഡിംഗ് സംവിധാനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ സീഡിയൊക്കെ പിന്നീട് കാണാൻ കഴിയും. അവരവരുടെ മൊബൈലിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് ഓഡിയൻസ് അത് നമ്മൾ ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാരോട് നീതി പുലർത്തണം. അവര് വിഷയം അവതരിപ്പിക്കാനും അത് ചോദ്യങ്ങൾക്കും അപ്പുറവും ഇപ്പുറവും മറുപടിക്കാനും എല്ലാം പരിചയസമ്പന്നരായ പണ്ഡിതന്മാരാണ് ഇരുഭാഗത്തും മറുത്തുള്ളത്. അപ്പം അവരോട് നമ്മൾ മാന്യതയിൽ പെരുമാറുക. അവരോട് പൂർണ്ണമായും നമ്മൾ നീതി പുലർത്തണം. ഓഡിയൻസിന്റെ ഇരുഭാഗത്തു നിന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോരുത്തരും വോളണ്ടിയേഴ്സും നിയന്ത്രിക്കേണ്ടതാണ്. ശരി, ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അബ്ദുൽ ഹമീദ് സാഹിബ് നിങ്ങൾ വിവരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി ഖൈറു വശർറു ബിമശിയത്തില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽ ഫായിസീന ബിറിദ്വാ അമ്മാ ബഅദ്. വളരെ സുപ്രധാനമായ ഒരു സായാഹ്നത്തിൽ, വളരെ സുപ്രധാനമായ ഒരു സദസ്സിൽ അതിൻ്റെ ഗൗരവത്തോടും അതിൻ്റെ പൂർണ്ണമായ അച്ചടക്കത്തോടും കൂടി നാം ഇരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സമയമാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒമാൻ എന്ന വിശുദ്ധ ഭൂമിയിൽ മാത്രം നടക്കുന്ന ഒരു സംവാദം ആയിരിക്കും ഇത്. ആ ഒമാനിൻ്റെ നിയമങ്ങളെയും അനുശാസനകളെയും പൂർണ്ണമായി ആദരിക്കുകയും അതിനോട് പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യേണ്ടത് നല്ല പ്രവാസികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ തയ്യാറാക്കിയ വ്യവസ്ഥകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രസക്തമായത് മാത്രം ഇവിടെ വായിക്കാം. നേരത്തെ ഇതിൻ്റെ തുടർച്ച പിന്നീടും വായിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് ടെലിഫോൺ പ്രവർത്തിപ്പിക്കാൻ ആരെയും അനുവദിക്കുന്നതല്ല എന്നാണ്. അപ്പോൾ വൈഫൈ ഉൾപ്പെടെ ക്യാമറ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ ഈ ഹാളിൽ അനുവദനീയമല്ല. ടെലിഫോൺ ആരെങ്കിലും കയ്യിലേക്ക് ഇതുപോലെ ഉയർത്തുകയാണെങ്കിൽ തന്നെയും വളണ്ടിയേഴ്സ് അവർക്കെതിരെ നടപടിയെടുക്കാവുന്നതാണ്. ഇത് ഇരുപക്ഷത്തിനും ബാധകമായ ഒരു കാര്യമാണ്. പൂർണ്ണമായ അച്ചടക്കമുള്ള ഒരു സമൂഹമായി നാം മാറേണ്ടതുണ്ട്. പിന്നെ അതിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം പിന്നീട് വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അവസാനത്തെ ആദ്യം ഇരുപക്ഷത്തു നിന്നുള്ള നേതാക്കൾ പിരിഞ്ഞു പോകേണ്ടതും, അതായത് സംവാദം അവസാനിക്കുന്ന സമയത്ത്. മറ്റത് പ്രസക്തമല്ലാത്തത് കൊണ്ടാണ് വായിക്കാത്തത്. സംവാദം 7:15 മുതൽ തുടങ്ങും. ആമുഖമായി 20 വ്യത്യസ്തന്മാരും 5 മിനിറ്റ് വീതം സംസാരിക്കും. എക്സ്ട്രാ അത് ഇപ്പോൾ പ്രസക്തമല്ല, അത് കഴിഞ്ഞിരിക്കും. ആദ്യം ഇരുപക്ഷത്തു നിന്നുള്ള നേതാക്കൾ പിരിഞ്ഞു പോകേണ്ടതും ശ്രോതാക്കളിൽ നിന്നും മുജാഹിദ് പക്ഷം ആദ്യം പുറത്തു പോകേണ്ടതും ആണ് എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട ഒരു വ്യവസ്ഥയുണ്ട്. ഇനി നേരത്തെ അബൂബക്കർ സാഹിബ് വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം.
ഇരുവിഭാഗത്തിനും 5 വീതം പേർ വേദിയിലിരിക്കാവുന്നതാണ്. ഇരുന്ന് കഴിഞ്ഞു. പ്രേക്ഷകരായി 50 വീതം ആളുകൾ ഇരുവിഭാഗത്തിനും അനുവദിക്കാവുന്നതാണ്. ഇരുവിഭാഗത്തിനും 10 വീതം വളണ്ടിയേഴ്സിനെ അനുവദിക്കാവുന്നതാണ്. അവരവരുടെ വളണ്ടിയേഴ്സിന് അതാത് വിഭാഗത്തിലെ മധ്യസ്ഥർ നിയന്ത്രിക്കേണ്ടതാണ്. സദസ്സിനെ നിയന്ത്രിക്കുന്നത് ഇരുവിഭാഗത്തിൻ്റെയും മധ്യസ്ഥന്മാരിൽ നിക്ഷിപ്തമാണ്. പ്രോഗ്രാമിൻ്റെ ഹാൾ തുടങ്ങി പൊതുവായി ഉപയോഗിക്കുന്ന സൗകര്യങ്ങളും മുഴുവൻ ചെലവുകളും ഇരുവിഭാഗം തുല്യമായി വഹിക്കേണ്ടതാണ്. ഈ ഫെബ്രുവരിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ സംവാദത്തിനുള്ള ഡേറ്റും വേദിയും ലത്തീഫിയും നവാസ് കെയും ചേർന്ന് തീരുമാനിക്കുന്നതാണ്. ഫെബ്രുവരിയിൽ നടക്കേണ്ട സംവാദം ഏപ്രിലിലാണ് നമ്മൾ നടക്കുന്നത്. വരുന്ന 7-ാം തീയതിക്ക് മുൻപായി സംവാദത്തിന്റെ ഡേറ്റും വേദിയും ഇരു വിഭാഗത്തിനും ഏർപ്പെടുത്തിയവർ ചേർന്ന് തീരുമാനിക്കേണ്ടതാണ്. സംവാദത്തിൽ നടക്കുന്ന സംസാരങ്ങൾ പൂർണ്ണമായും വിഷയാധിഷ്ഠിതമാകേണ്ടതാണ്. വ്യവസ്ഥയിലെ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഇരു വിഭാഗത്തിലുമുള്ള മധ്യസ്ഥന്മാർ നിക്ഷിപ്തമാണ്. 3/2/2013 ഇരുവിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ ചേർന്നുണ്ടാക്കിയ ഈ വ്യവസ്ഥകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവാദം 7/2/2013 മുമ്പായി ഇരുവിഭാഗങ്ങളുടെയും ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ പരസ്പരം അംഗീകരിച്ച വാദങ്ങൾ എഴുതി കൈമാറുന്നതോടെയാണ് നടപ്പിലാകുക. പങ്കെടുത്തത് മുജാഹിദ് പക്ഷം അൻവർ. പങ്കെടുത്ത ആളുകൾ പ്രസക്തമാണ്. മുജാഹിദ് പക്ഷം അൻവർ, നവാസ് കെ, നബീൽ അബ്ദുൾ റസാഖ്, സുന്നി പക്ഷം ഷഫീഖ് ബുഖാരി, അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഖാദർ. ഇങ്ങനെ ഒരു വ്യവസ്ഥ നമ്മൾ 3/2/2013 എഴുതി തയ്യാറാക്കുകയും ആ വ്യവസ്ഥ പ്രകാരം ഫെബ്രുവരി 28 മുൻപ് ഒരു ദിവസം രണ്ടുപേരും തീരുമാനിച്ച് സംവാദം നടത്തേണ്ടതും ആയിരുന്നു. എന്നാൽ 3/2/2013 സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥകളിലുള്ള ഫെബ്രുവരി 28 മുൻപ് സംവാദം നടത്താമെന്ന ധാരണയിൽ നിന്നും മുജാഹിദ് വിഭാഗം ഏകപക്ഷീയമായി പിന്മാറുകയും മറ്റൊരു തീയതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 12 സംവാദം നടത്താൻ ഇരു വിഭാഗവും ഇന്ന് 5/2/2013 യോജിച്ച് സമ്മതിച്ചു. ഈ തീയതിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഏതെങ്കിലും കാരണവശാൽ പിന്മാറുകയാണെങ്കിൽ പിന്മാറിയ വിഭാഗം പരാജയപ്പെട്ടതായി സമ്മതിച്ചിരിക്കുന്നു. സുന്നി വിഭാഗത്തിനു വേണ്ടി അബ്ദുൽ ഹമീദ്, മുജാഹിദ് വിഭാഗത്തിനു വേണ്ടി നബീൽ അബ്ദുൾ റസാഖ്, നവാസ് കെ. നബീൽ അബ്ദുൾ റസാഖ് സീബ് ഇസ്ലാഹി സെന്റർ വൈസ് പ്രസിഡന്റ്, സീബ് ഇസ്ലാഹി സെന്റർ വൈസ് പ്രസിഡന്റ് നവാസ് കെ. അതിനുശേഷം നമ്മുടെ വ്യവസ്ഥ പ്രകാരം സുന്നി വിഭാഗത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ലെറ്റർ ഹെഡിൽ ഈ വാദം എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ വാദം നേരത്തെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സാഹിബ് വായിച്ചു കഴിഞ്ഞ വാദമാണ്. അത് ഇന്ത്യൻ ഇസ്ലാഹി അൽസീബ് ബ്രാഞ്ച് മസ്കത്ത് ഒമാൻ www.iicmuscat.com എന്ന ലെറ്റർ ഹെഡിൽ ബഹുമാനപ്പെട്ട TB അബ്ദുള്ള കോയമദീൻ പ്രസിഡന്റും AB അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയുമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ (KNM) ന്റെ കീഴിലുള്ള സീബ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ IIC-യും ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഗൾഫ് ഘടകമായ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സീബ് സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിലുള്ള മവേല യൂണിറ്റും തമ്മിൽ താഴെ പറയുന്ന വിഷയത്തിൽ സംവാദം നടത്താൻ തയ്യാറാണ്. വിഷയം ഇസ്തിഗാസ, മുജാഹിദ് വാദം, മുഹീദ്ദീൻ ഷീഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ടുള്ള അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. നവാസ് കെ (IIC CB യൂണിറ്റ് ഉപ്പ്). ഇത്രയുമാണ് ഇതിൻ്റെ ഭാഗമായി വ്യവസ്ഥകളായി തയ്യാറാക്കപ്പെട്ടത് എന്നുകൂടി അറിയിക്കുന്നു. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ വായിച്ചത് പ്രകാരം ഇനി നടക്കേണ്ടത് നമ്മുടെ ആരാണ് വിഷയാവതരണം എന്ന ചെറിയൊരു നറുക്കെടുപ്പാണ്. അതിന് 2 തുണ്ട് ഇവിടെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒന്ന് കുലുക്കി അബൂബക്കർ സാഹിബിനെ ഏൽപ്പിക്കുന്നു. കുലുക്കി അദ്ദേഹം എടുക്കട്ടെ, നമ്മൾക്ക് എല്ലാവർക്കും കാണാം. വളരെ സുതാര്യമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. മുജാഹിദ് വിഭാഗമാണ് ആദ്യം വിഷയം അവതരിപ്പിക്കാനായി തയ്യാറായിട്ട് കുറിപ്പിൽ ഉള്ളത്. അപ്പോൾ മുജാഹിദ് വിഭാഗത്തിനെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കും. വിഷയാവതരണം നേരത്തെ പറഞ്ഞതുപോലെ 20 മിനിറ്റാണ്. ആദ്യം വിഷയം അവതരിപ്പിച്ചവർക്ക്
രണ്ടാമത് വിഷയം അവതരിപ്പിക്കുന്ന ടീം ചോദ്യം ചോദിക്കുന്നതാണ്. ഇപ്പോൾ മുജാഹിദ് വിഭാഗം ആദ്യം വിഷയം അവതരിപ്പിക്കുകയും സുന്നി വിഭാഗം ആദ്യം ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നതാണ്. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنطق نوع الإنسان بالمنطق الفصيح وأبدعه بالشكل الصبيح. الصلاة والسلام على من أرسله بالكتاب المنعوت بفصل الخطاب وعلى آله النجباء الأمناء وأصحابه الكرماء الفضلاء. ما دام البحر مائجا بالدرر والمزن هائجا بالدرر. أما بعد، فقد قال الله سبحانه وتعالى في محكم تنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നവരാണ് നാം ഓരോരുത്തരും. കേരളത്തിലും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ നടന്ന സംവാദങ്ങളോട് അനുബന്ധമായി ഒമാനിൽ നടക്കുന്ന മറ്റൊരു സംവാദ സദസ്സ്. എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ ഇസ്തിഗാസ എന്ന വിഷയമാണ് ഇവിടെയും ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. മനുഷ്യ സമുദായത്തെ സന്മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 1.25 ലക്ഷത്തോളം അമ്പിയാക്കളെ നിയോഗിച്ചു. ആ അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത ആശയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതായിരുന്നു അമ്പിയാക്കളുടെ ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. എന്നാൽ അമ്പിയാക്കൾ പഠിപ്പിച്ച ഈ ആദർശത്തിൽ നിന്നും പലപ്പോഴും മനുഷ്യ സമുദായത്തിന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. മഹാന്മാരായ അമ്പിയാക്കൾ പഠിപ്പിച്ച സുന്ദരമായ ആദർശത്തിൽ നിന്ന് സമൂഹത്തിന് വന്ന വ്യതിയാനങ്ങളെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആദരവ് ആരാധനയ്ക്ക് വഴിമാറുന്ന അതിദാരുണമായ ഒരു കാഴ്ചയാണ്. ഒന്നാമത്തെ സമുദായത്തെ പരിശോധിക്കുമ്പോൾ തന്നെ മഹാനായ ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായത്തിന് വന്നുഭവിച്ച ദാരുണമായ അവസ്ഥ മഹാനായ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമൂഹത്തിന് വന്നുഭവിച്ച അവസ്ഥ, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആ സമൂഹത്തിലുണ്ടായിരുന്ന മഹാന്മാരായ 5 ആളുകൾ, ആ 5 ആളുകൾ മരണപ്പെട്ടതിന് ശേഷം പിശാച് അവരിലേക്ക് കടന്നു വരികയും എന്നിട്ട് പിശാച് അവരോട് ബോധനം നൽകുകയും, ജനങ്ങളെ, നിങ്ങളുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകൾ, അവരെ ഓർക്കാനും അവരെ സ്മരിക്കുവാനും വേണ്ടി നിങ്ങൾ അവർ ആരാധിച്ചിരുന്ന, അവർ ഇരുന്നിരുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ പ്രത്യേക രൂപങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ മണ്ഡപങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും സമൂഹം അതിന് വഴങ്ങുകയും ചെയ്തു. പിന്നീട് കാണുന്നത്, ആ ജനറേഷൻ നശിച്ചതിന് ശേഷം പിന്നീട് വന്ന പുതിയ തലമുറ, ആ തലമുറക്ക് ഈ വിവരം ഇല്ലാതാക്കപ്പെടുകയും എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവർക്ക് ആ വിവരം ഉയർത്തപ്പെടുകയും അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുകയും, നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച വിഷയം അത് പിശാചിന്റെ ദുർബോധന നിമിത്തം ആരാധിക്കുവാൻ അവർ തുടങ്ങുകയാണ്. ഇങ്ങനെ ആദരവ് ആരാധനയ്ക്ക് വഴിമാറുകയാണ്. ഇതാണ് ഭൂമിയിലുണ്ടായിരുന്ന ആദ്യത്തെ ഡീവിയേഷൻ എന്ന് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുകയാണ്.
ഇന്നും നമുക്ക് കാണാം അമ്പിയാക്കളുടെ ദഅവത്തിന് ശേഷം ഓരോ കാലഘട്ടത്തിലും ഈ ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇപ്പൊ നമുക്കറിയാം കേരളക്കരയിൽ തന്നെ ഈ ആശയ വ്യതിയാനത്തിന്റെ ആഴം പഠിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ പോലും ചോദ്യം ചെയ്യാനും അള്ളാഹു വിധിച്ച കാര്യത്തിനെതിരെ ശക്തമായി തീരുമാനിക്കാനും ചെയ്യാൻ കഴിയുന്ന ആളുകൾ മഹാന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് പാടിപ്പുകട്ടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. മുഹയ്യിദ്ദീൻ മാലയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തൊരാശയം. അതെ, തന്റെ ഖാദിമു മരിച്ചപ്പോൾ അദ്ദേഹത്തിന് റൂഹ് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും അസ്രായീലുമായി മൽപിടുത്തം നടത്തി ആ കൊട്ട തട്ടിയിട്ട് റൂഹ് തിരിച്ചു കൊടുത്തു എന്ന് കാണുന്ന കവിതാശകലം മുഹയ്യിദ്ദീൻ മാലയിലൂടെ കേരളക്കരയിൽ പഠിപ്പിച്ചു. ഇത് മഹാന്മാരോടുള്ള ആദരവ് അതിരുകടക്കുന്നതിന്റെ തെളിവാണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ ധാരാളം ആശയ വ്യതിയാനങ്ങൾ പ്രവാചകന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് മാറുകയാണ്. ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്, അഥവാ അമ്പിയാക്കളുടെ ദഅവത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം. നമ്മൾ അറിയണം, ലോകത്ത് മുഴുവൻ ആളുകളും സ്രഷ്ടാവും പരിപാലകനും അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കും. അഥവാ ഖാലിഖും മുദബ്ബിറും അള്ളാഹുവാണ്. ഇത് അംഗീകരിക്കാത്തൊരു സമുദായം ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും അവർ ആരാധനയിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്ന ചർച്ചയിൽ അത് വിശദീകരിക്കും. ഇനി നാം അറിയേണ്ടത് എന്താണ് ആരാധന? ഇബാദത്ത് എന്നാണ് അറബി അതിന് പറയപ്പെടുന്ന പദം. ഇബാദത്ത് എന്താണ്, ആരാധന എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകൾക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അതെ, അവന്റെ അങ്ങേയറ്റത്തെ നിഷ്കളങ്കതയും അതോടൊപ്പം തന്നെ അവൻ ഭയഭക്തിയും അള്ളാഹുവിന്റെ മുന്നിൽ അർപ്പിക്കുക. കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിന് പദം. ആരാധനയുടെ വകുപ്പിൽ ധാരാളം വിഷയങ്ങൾ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, പലതുമുണ്ട്. അതിൽപ്പെട്ടതാണ് ദുആ, പ്രാർത്ഥന എന്നത്. പ്രാർത്ഥന എന്താണ് എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. എന്താണ് പ്രാർത്ഥന? ആളുകൾക്ക് കൃത്യമാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അല്ലെങ്കിൽ വളരെ കൃത്യമാണത്. അള്ളാഹുവിൽ നിന്ന് ഖൈറ് തേടുക, അല്ലെങ്കിൽ ഒരു അടിമ തന്റെ ഉടമയോട് നടത്തുന്ന തേട്ടം, ഇതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അതിന്റെ വകുപ്പിൽ ഇസ്തിഗാസ പെടും, ഇസ്തിആദത്ത് പെടും, ത്വലബ് പെടും, ശികായത്ത് പെടും. ഇതെല്ലാം അള്ളാഹുവിനോട് നടത്തേണ്ടുന്ന കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സമുദായം മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് പറയപ്പെടുന്ന ഒരു പുതിയ ആശയം റബ്ബാണെന്ന് കരുതിയാലേ ശിർക്കാകൂ എന്നാണ്. ആരോടാണ് തേടുന്നത്? ആ തേടുന്ന വസ്തുവിനെ കുറിച്ച് റബ്ബാണെന്ന് കരുതിയാലേ, അല്ലെങ്കിൽ സ്വയം പര്യാപ്തനാണെന്ന് കരുതിയാലേ ശിർക്ക് വരൂ എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ ആശയം. യഥാർത്ഥത്തിൽ അത് ശീഇകൾ കൊണ്ടുവന്ന ആശയമാണ്. ശീഇകളുടെ നേതാവ് ഹുമൈനി തന്റെ കശ്ഫുൽ അസ്റാറിൽ ഈ വാചകം കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. എപ്പോഴാണ് അന്ന ശിർക ഹുവ ത്വലബു ശൈഇൻ, ഒരു വസ്തു തേടലാണ്. ആരിൽ നിന്ന്? അല്ലാഹ് ഒരാളിൽ നിന്ന്. ബിഇതിബാരി അന്നഹു റബ്ബൻ, റബ്ബാണെന്ന് പരിഗണിച്ചുകൊണ്ട് ചെയ്യുക. വമാ അദാ ദാലിക ഫലൈസ ശിർകൻ ലാ ഫർഖ ഫീ ദാലിക ബൈനൽ ഹയ്യി വൽ മയ്യിത്ത്. ഇതല്ലാത്തതൊന്നും ശിർക്കാവൂല. അത് മരിച്ചവരോടാണെങ്കിലും ജീവിച്ചവരോടാണെങ്കിലും. ഷെയ്ഖ് ഹുമൈനി എന്നറിയപ്പെടുന്ന ശീഇ നേതാവ് തന്റെ കശ്ഫുൽ അസ്റാർ രേഖപ്പെടുത്തിയത് ഇങ്ങനെ ഒരു പുതിയ ആശയം ലോകത്ത് കടത്തിക്കൊണ്ടുവന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ പ്രബോധിത സമുദായമായിരുന്ന മക്ക മുശ്രിക്കുകൾ, അവരാവട്ടെ അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ കുറിച്ച് ഇത്തരമൊരു ആശയം അവർക്ക് അറിയില്ല. പരിപാലകൻ റബ്ബ്, അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുത്തവർ, പക്ഷെ ആരാധനയിൽ അവർ പങ്കു ചേർത്തിട്ടുണ്ട്. പരിപാലകനാണ്, ഖാലിഖ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചു അവർ. സ്വയം പര്യാപ്തത അല്ലാഹു മാത്രമാണ്. അവരുടെ ഇലാഹുകൾക്ക് സ്വയം പര്യാപ്തത അവർ വകവെച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു നടക്കുന്ന ഒരു ആശയമുണ്ട്. അതെന്താണ്? അവർ പറയാറുള്ളത് ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല, സഹായം തേടുന്നതേ ഉള്ളൂ. അതെങ്ങനെ? അല്ലാഹു കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ തേടുന്നത്. ഇത് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന വിശ്വാസം. അതെ, അവരുടെ ഈമാനിൽപ്പെട്ടതാണെന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. അവരുടെ വാക്ക്, അവർ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, അല്ലാഹുവേ നിന്റെ
വിളിക്കുത്തരം നൽകി വന്നിരിക്കുകയാണ്. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. പക്ഷെ ഒരാളുണ്ട്. അതെന്താണ് അവസ്ഥ അയാളുടേത്? അതെ, അയാൾ നിനക്കുള്ളതാണ്, നിന്റെ അധീനതയിലുള്ള. അയാൾക്ക് എന്ത് കഴിവ് അയാൾ ഉടമപ്പെടുത്തിയാലും അതെല്ലാം നീ കൊടുത്തതാണ് അല്ലാഹ്. അതെ, തീർത്തും നിന്റെ അധീനതയിലൂടെ നീ കൊടുത്ത കഴിവുള്ള ഒരാൾ. അതെ, കൊടുത്ത കഴിവിൽ നിന്നുള്ള വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ കാണാം ദുആ ഇസ്തിഗാസ. നമ്മുടെ വിഷയം ഇസ്തിഗാസയാണ്. ദുആ ഇസ്തിഗാസ എന്ന പദം പരിശുദ്ധ ഖുർആൻ ദുആഇന്റെ പര്യായമായി ഇസ്തിഗാസയും ഇസ്തിഗാസയുടെ പര്യായമായി ദുആഉം ഉപയോഗിച്ചത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, ബദറിന്റെ തലേ ദിവസം നടന്ന പ്രാർത്ഥനയിൽ വഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ എന്ന ആയത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ നടത്തിയ ഈ ഇസ്തിഗാസയെ തഫ്സീർ ഗ്രന്ഥങ്ങൾ കാണാം ബിദുആഇക്കും, നിങ്ങളുടെ പ്രാർത്ഥന ദുആ എന്ന പര്യായ പദം കൊടുത്തത് കാണാം. അതേ സമയത്ത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ വസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞാൽ ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബ്, അതേ പ്രയാസഘട്ടങ്ങൾ സഹായം തേടിയാൽ എന്ന് കാണാം. അതുപോലെ ഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന, ഇങ്ങനെ ധാരാളം ആയത്തുകൾ. അവിടെയെല്ലാം ദുആഇന്റെ പരിധിയിൽ ദുആഇന്റെ പര്യായമായി ഇസ്തിഗാസ ഉപയോഗിച്ചത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികളെ അല്ലാഹുവിനോട് തേടാനാണ് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി അല്ലാഹ് അല്ലാത്തവരോട് തേടാൻ പഠിപ്പിച്ചില്ല. എത്രത്തോളം എന്നറിയോ? സഹാബികൾ അതുകൊണ്ട് തേടിയതുമില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം തന്റെ ഒരു അനുയായിയോട് പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്നേഹിതന്റെ അടുത്ത് നിങ്ങൾ പോകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് റസൂൽ അത് പറയേണ്ടി വന്നു? അല്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്നോട് തേടിക്കോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ മദീനയിൽ വരൾച്ചയുണ്ടായ 2 ഘട്ടങ്ങളിൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു വല്ലാത്ത വരൾച്ചയിൽ അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുവാനുള്ള ഏർപ്പാട്. പിന്നീട് മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായപ്പോഴും അല്ലാഹുവിനോട് തേടുവാൻ തീരുമാനിക്കുന്നു, അല്ലാഹുവിനോട് തേടുന്നു. ഇല്ല, ഈ 2 ഖലീഫമാരും അല്ലാഹുവല്ലാത്ത പ്രവാചകനോട് തേടാനായി വിളിച്ചില്ല, അവർ തേടിയില്ല. അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിട്ടും ഇല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയിട്ടില്ല എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഇബ്നു അബ്ദുൽ ഹാദി തന്റെ ഗ്രന്ഥത്തിൽ ഇത് പ്രസ്താവിച്ചതും കാണാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു സമ്പ്രദായം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വിളിച്ചു തേടപ്പെടുന്ന മഹാനാണ്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മാറിയ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്നെ അദ്ദേഹം ചൊല്ലിയ ബൈത്തുകളുടെ കൂട്ടത്തിൽ വിശദീകരിക്കുന്ന കാണാം. വഖുൽ ഇദാ ലാഖത്തിൽ അഹ്വാലു മുബ്തഹിലൻ ബിറഫ്ഇ സൗത്തിൻ അലാ യാ ഗാറത്തല്ലാഹി മാലി മലാദും വലാ ദുഖുറുൻ നലൂദു ബിഹി വലാ ഇമാദും വലാ ഹിർസുൻ സിവല്ലാഹി. വഖുൽ, മോനെ നീ പറഞ്ഞോ, ഇദാ ളാഖത്തിൽ അഹ്വാലു മുബ്തഹില, വല്ലാതെ പ്രയാസമുണ്ടാകുമ്പോൾ, അതേ നിന്റെ അവസ്ഥകൾ വല്ലാതെ ഇടുക്കാകുന്ന സമയത്ത് ബിറഫ്ഇ സൗത്തിൻ, ഉയർന്ന ശബ്ദത്തിൽ നീ വിളിച്ചോ, അലാ യാ ഗാറത്തല്ലാഹി, അല്ലാഹുവിന്റെ സഹായമേ എന്ന് വിളിച്ചോ. ആരാം മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറയാണ്, കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, മാലി മലാദുൻ വലാ ദുഖുറുൻ നലൂദു ബിഹി വലാ ഇമാദുൻ വലാ ഹിർസുൻ സിവല്ലാഹി. അല്ലാതെ എനിക്കൊരു അഭയമില്ല, അല്ലാഹു അല്ലാതെ എനിക്ക് അഭയം തേടാൻ, അഭയം തേടി ചെല്ലാൻ ഒരാളുമില്ല, എനിക്ക് ആശ്രയം ചെയ്യാൻ ആരുമില്ല എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ കവിതയാണെന്ന് പറഞ്ഞുകൊണ്ട് പി മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ അദ്ദേഹത്തിന്റെ കുത്തുബിയത്ത് പരിഭാഷയും വിശദീകരണം എന്ന ഗ്രന്ഥത്തിന്റെ പുറം ഭാഗത്ത് അച്ചടിച്ചതാണ്. ഇത് ഞാൻ പറഞ്ഞത് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പോലും ഈ വിഷയത്തിൽ ഇങ്ങനെ ബൈത്ത് ചൊല്ലി എന്ന് അത് തന്നെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പുറത്തും കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ആദർശം കഴിഞ്ഞില്ല.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബർ നിൽക്കുന്ന സ്ഥലം, അത് മറക്കാനുണ്ടായ കാരണം എന്താണ്? അതിന് കുറെ കാരണങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത്, ആ മണ്ണ് ഉപയോഗിച്ച് കൊണ്ടുപോയിട്ട് രോഗം ശിഫയാകാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും എന്ന് ഭയന്നാണ് അങ്ങനെ ഒരു ഖബറിന് പ്രത്യേകമായ മറയിടേണ്ടി വന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ വിഷയം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദം അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പറയപ്പെടുന്നത് ഇസ്ലാമിൽ പറയപ്പെടുന്ന കടുത്ത അപരാധമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതിൽ ഒരുപക്ഷെ കേരളത്തിൽ തർക്കമുണ്ടാകുമെന്ന് എനിക്കൊന്നുമില്ല. മുമ്പ് തർക്കമുണ്ടായിരുന്നില്ല, ഇപ്പോഴതും തർക്കമുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയപ്പെടുന്ന അവസ്ഥ വരെയുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് അത് തെളിവില്ലാത്തതാണ്, മാത്രമല്ല വിഡ്ഢിത്തമാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന അർത്ഥം വെച്ചോളൂ. ആരാധിക്കുന്ന ഒരുവൻ അവന് ഒരിക്കലും തെളിവുണ്ടാവുകയില്ല. മറ്റൊരായത്തിൽ കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ ഇതാ ഒരു ഉദാഹരണം വിവരിക്കുകയാണ്, സശ്രദ്ധം കേട്ടുകൊള്ളുക. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബൻ വല യജ്തമഊ ലഹു വയസ്ലുബുഹും ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂന മിൻഹു ലഉഫത് ത്വാലിബു വൽ മത്ലൂബ്. അതേ അവർ ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കിയിട്ടില്ല. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കൾ ഒരാളും ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ആ ഈച്ച തങ്ങൾക്ക് അർപ്പിക്കപ്പെടുന്ന നൈവേദ്യത്തിന്റെ പുറത്തു വന്നെന്ന് അത് പറ്റിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന്റെ കുഞ്ഞിക്കാലുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന നൈവേദ്യത്തിന്റെ അംശങ്ങൾ തിരിച്ചെടുക്കാനുള്ള കഴിവ് പോലും അവറ്റകൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ തന്നെ എന്ന് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തൂടി കാണാം. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ അവരാകട്ടെ ഒരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടില്ല. മാത്രമല്ല അംവാതുൻ ഗൈറു അഹ്യാഇൻ, അവർ മരിച്ചുപോയവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല, ജീവനില്ലാത്തവരാണ്, മയ്യിത്തുകളാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് പുനർജീവിപ്പിക്കപ്പെടുന്നു എന്നത് പോലും അവർക്ക് അറിയുന്നില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, അത് അള്ളാഹുവിനോട് നടത്തേണ്ടുന്ന ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്നതിൽ സംശയം ഇല്ല. എന്താ ശിർക്ക്? ആർക്കും സംശയം വേണ്ട. അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്ത് അഫ്ആലുകളിൽ പങ്കു ചേർക്കുന്നതിനാണ് ശിർക്ക് എന്നും, അല്ലെങ്കിൽ ഇസ്ബാത്തു ശരീക് ബിമഅന വുജൂബിൽ വുജൂദി കമാലിൽ മജൂസ് ഔ ബിമഅന ഇസ്തിഹ്ഖാഖുൽ ഇബാദ കമാലി മഅബദത്തുൽ അസ്നാം എന്ന് പറയപ്പെടുന്നത് പോലെ ശിർക്കിന്റെ തഅരീഫിൽ പെടുന്ന വിഷയങ്ങൾ നമുക്കറിയാം കേരളത്തിൽ ഇന്നും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പലപ്പോഴും അതില്ല എന്ന് പറയുമ്പോഴും ഉള്ളിലൂടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ഈ ഏർപ്പാട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബികൾക്ക് അത് പരിചയമില്ല, താബിഈങ്ങളും തബഉ താബിഈങ്ങളും അത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു സമീപനം നമുക്കുണ്ടാകണമെന്ന് ഉണർത്തുന്നു. അഭിപ്രായ അനൈക്യമുണ്ടാകുമ്പോൾ, ഛിദ്രതയുണ്ടാകുമ്പോൾ എന്താണ് മുസ്ലിം സമുദായം ചെയ്യേണ്ടത്? കൃത്യമായ ഒരു റൂട്ട് മാപ്പ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണത്? അത് പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമുള്ള മടക്കം. അതെ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതെങ്ങനെ ഡിക്ഷണറി വെച്ച് പഠിക്കണോ? പറ്റൂല. പിന്നെയോ സഹാബത്തും താബിഈങ്ങളും പഠിപ്പിച്ചതുപോലെ ആ ഒരു സലഫി മൻഹജ്, ആ സലഫി ആദർശത്തിലൂടെ സലഫു സാലിഹീങ്ങൾ നടന്നുപോയ സുന്ദരമായ മാർഗത്തിലൂടെ അത് മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ പഠിക്കണം. ആ റൂട്ടിൽ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനാവട്ടെ ഇത്തരം ഒരു ചർച്ച, ഇന്ന് നടക്കുന്ന ചർച്ച, ഇവിടെ ഞാൻ നേരത്തെ
വ്യവസ്ഥ വായിക്കുമ്പോൾ മധ്യസ്ഥൻ പറഞ്ഞ വാചകം ഒന്ന് കടമെടുക്കുകയാണ്. അതെ, തോൽപ്പിക്കാനും ജയിപ്പിക്കാനുമല്ല. അതൊരിക്കലും സാധ്യമല്ല. ഒരാളെ തോൽപ്പിക്കാനോ ഒരാളെ ജയിപ്പിക്കാനോ ഈ നാവ് നിലനിൽക്കുന്ന കാലത്തോളം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തോൽപ്പിക്കലും ജയിപ്പിക്കലുമല്ല, മറിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. ഇവിടെ എന്തായാലും ശരി, നാളെ അള്ളാഹുവിന്റെ അടുത്ത് എന്ത് ചെയ്യുമെന്ന കൃത്യമായ ഓർമ്മ, ആ ഒരു ചിന്ത, പരലോകബോധം, അതാണ് നമ്മളെ നയിക്കേണ്ടത്. ഏത് വിഷയത്തിലും നാഥ നിന്റെ ദീനിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥന, അങ്ങനെ മരിക്കുമ്പോഴും അത് തരണേ എന്ന പ്രാർത്ഥന. ഈ റൂട്ടിൽ ചിന്തിക്കുവാനും പഠിക്കാനും നമുക്ക് ആവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് വിഭാഗത്തിൻ്റെ വിഷയാവതരണം കഴിഞ്ഞിരിക്കുന്നു. ഇനി സുന്നി വിഭാഗത്തിൻ്റെ വിഷയാവതരണം തുടങ്ങാവുന്നതാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. വളരെ സന്തോഷകരമായ ഒരു രാത്രിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹക്കും ബാത്തിലും തമ്മിലുള്ള കൃത്യമായ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയാണ്. സത്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടുന്ന ഇടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യഗ്രത എല്ലാവരുടെയും മുഖങ്ങളിൽ പ്രകടമാണ്. അതുകൊണ്ട് നേരത്തെ വിഷയാവതരണം നടത്തിയതുപോലെ എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി എന്തെങ്കിലും പഠിച്ചു വെച്ച ഷീട്ടുകൾ വായിച്ചു പോകുന്ന ഒരു ഏർപ്പാടല്ല സത്യത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ഓരോ വിഭാഗം ഉന്നയിക്കുന്ന വിഷയങ്ങളെ കൃത്യമായി മറുവിഭാഗത്തിന് ചോദ്യം ചോദിക്കാനും തെളിയിക്കാനുമുള്ള ഒരവസരം സംജാതമായിരിക്കും. അൽഹംദുലില്ലാ, നിങ്ങൾ ആ വിഷയത്തിൽ വളരെ സന്തോഷവാന്മാരാണ്. ഗൾഫിന്റെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേതുപോലെ സുരക്ഷിതമായ ഒരു ഏർപ്പാടല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധിക്കപ്പെട്ടപ്പോൾ വളരെ സാഹചര്യത്തിന്റെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന് സന്നദ്ധരായിട്ടുള്ളത്. നിങ്ങൾ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും മുഖാമുഖങ്ങൾ ആണ് ഇതിനേക്കാളും കുറച്ചുകൂടി സമൂഹത്തിന് പഠിക്കാനുതകുന്ന ശൈലി. അതിലേക്ക് പോകാം, ഇവിടെ ധാരാളം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞപ്പോഴും അല്ല വേണമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ അത്തരം ഒരു ഹക്ക് തെളിയിക്കാനുള്ള വെല്ലുവിളിയെ ഏറ്റെടുക്കേണ്ടത് പണ്ഡിത ധർമ്മമാണെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഔദ്യോഗികമായി വളരെ ഏതാണ് നിങ്ങൾ വിഭാഗമെന്ന്, ആരാണ് നിങ്ങളുടെ ലീഡേഴ്സ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി അതിന് ഞങ്ങൾ തുനിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ ഒരു പ്രശ്നം വളരെ നേരിച്ചു കാണുന്നു. നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളോട് വായിച്ചപ്പോൾ നമുക്ക് കേട്ടതാണ് ആരുമൊക്കെ ആയാണ് നടക്കുന്നതെന്ന് കൃത്യമായി വളരെ വ്യക്തമായും ബോധ്യത്തോടുകൂടെ തന്നെയാണ് നമ്മൾ ഇരു വിഭാഗവും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് സത്യത്തിൽ സംവാദവുമായി മുന്നോട്ട് പോകാൻ തന്നെ വ്യവസ്ഥ ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്ന് വളരെ സത്യമാണ്. ടി പി അബ്ദുള്ള കോയ മദനി പ്രസിഡന്റും എ പി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയുമായ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ KNM-ന്റെ കീഴിലുള്ള സീബ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ IIC-യും ഉള്ളാട് തങ്ങൾ പ്രസിഡന്റും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഗൾഫ് ഘടകമായ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF സീബ് സെൻട്രൽ കമ്മിറ്റിയുടെയും കീഴിലാണ് സത്യത്തിൽ സംവാദത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വളരെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ വളരെ തയ്യാറാണ്. ഈ നിരയിൽ നിന്നിങ്ങോട്ടുള്ള എല്ലാ ആളുകളും ICF-ന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ അണിനിരന്ന ഒരു സെക്ഷനാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന മറുവശത്ത് അത്തരത്തിൽ ഇവിടെ എഴുതി തന്ന വ്യവസ്ഥ പ്രകാരമുള്ള ഒരു സംഘടനയെ
പ്രതിനിധാനം ചെയ്യുന്ന ഒരാളും ആ ഭാഗത്ത് കാണുന്നില്ല എന്ന് മാത്രമല്ല, ദിനേന ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ ഇന്ന നേതാക്കന്മാർ അങ്ങനെ മോശക്കാരാണെന്ന് ദിനേന പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ പ്രതിനിധീകരിച്ചാണ് മറുഭാഗത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് നേരത്തെ തന്നെ 1-2 ദിവസങ്ങളിലായി ബോധ്യം വന്നപ്പോൾ, നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ മാർക്കറ്റിലും മറ്റും ചർച്ചയുണ്ടായിരുന്നപ്പോൾ, ഈ വിഷയം വ്യക്തമാകാൻ വേണ്ടി ഔദ്യോഗികമായി ഞങ്ങൾ ഇതിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഔദ്യോഗികമായുമായി ഈ സംവാദത്തിന് യാതൊരു ഒരു ബന്ധവുമില്ല. നാളെ നടക്കാനിരിക്കുന്ന ഒരു സംവാദവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മെയിൽ ഇന്ന് വൈകിട്ട് ലഭിച്ചു. ഇത്തരം ഒരു സംവാദത്തെക്കുറിച്ചോ അതിന്റെ വ്യവസ്ഥ എഴുതുന്നതിനെ കുറിച്ചോ കേരള നേതൃത്വത്തിൽ മുജാഹിദിനുമായി ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ TP അബ്ദുൽ ഖായം അതിന് പ്രസിഡന്റും AP അബ്ദുൽ ഖാദർ മൗലവി സെക്രട്ടറിയുമായ കേരള നേതൃത്വത്തിൽ മുജാഹിദിനെ പ്രതിനിധീകരിച്ചു. ആരുമായെങ്കിലും സംവാദം നടത്താൻ IICC കമ്മിറ്റിയെയോ മറ്റേതെങ്കിലും വ്യക്തികളെയോ കേരള നേതൃത്വത്തിൽ മുജാഹിദിനോ IIC മസ്കറ്റ് കമ്മിറ്റിയോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അതിനാൽ നാളെ നടക്കുന്ന സംവാദവുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടാവുന്നതല്ലെന്നും അറിയിക്കുന്നു. മുഹമ്മദ് അഷ്റഫ്, പ്രസിഡന്റ്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്കത്ത്. ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. ഇത് കിട്ടിയപ്പോഴും വേണമെങ്കിൽ ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സംവാദത്തിൽ നൊഴിയാമായിരുന്നു. പക്ഷേ ഇവരെ ഒന്ന് കിട്ടണമെന്ന ആഗ്രഹവും സത്യം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് സംവാദമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ പോലും ഇവിടെ വന്നിരിക്കുന്ന ആളുകളുമായി ഈ വിഷയത്തിൽ, ഇവിടെ വിഷയം വിഷയാധിഷ്ഠിതമാണ് സംവാദം, ഇവിടെ 2 കൂട്ടരും വായിച്ചിട്ടുണ്ട്, 2 മധ്യസ്ഥന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിഷയമായിട്ട് എന്താ വിഷയാവതരണത്തില്ലെന്ന് ഒരു പിടുത്തമില്ല. വിഷയാധിഷ്ഠിതമായാണ് സംവാദം നടക്കേണ്ടത്. അദ്ദേഹം തുടങ്ങിയത് തന്നെ ആദരവ് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറയുന്നു, ആദരവ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ആർക്ക് തർക്കമില്ല. ആദരവ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ ആദരവിനെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഏർപ്പാടായി അയാൾ എവിടെയോ തെറ്റിദ്ധരിച്ചു പോയ സാധു. ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ മഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നതിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മുശാവറ നടത്തുകയും മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനും പറഞ്ഞു. അപ്പൊ അന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്, ഈ ആദരവിന് എന്നെ കിട്ടൂല കേട്ടോ. ഫസജദൽ മലായിക കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് ഈ ആദരവ് സുജൂദ് ആ ആദരവ് എന്നെ കിട്ടൂല. അടിസ്ഥാനപരമായ ആദരവ് നഷ്ടപ്പെട്ടതാണ് സത്യത്തിൽ ഇബ്ലീസ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായത്. നമ്മളിപ്പോ പേടിക്കുന്ന ഏറ്റവും വലിയ ആ വിഭാഗം തന്നെ ഉടലെടുത്തത് ആദരവില്ലാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് ആദരവ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയമാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന, അതിനെ നിരാകരിക്കുന്ന ഒരു പ്രവണതയുമായി ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതില്ല. അതുകൊണ്ട് ഇവിടെ ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന രീതിയിലുള്ള വിഷയം ഞാനൊന്നുകൂടെ വായിക്കാം. വിഷയാധിഷ്ഠിത മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. ഇതാണ് വിഷയം. ഇത് ശിർക്കാണ് എന്നാണ് മുജാഹിദ് വിഭാഗത്തിന്റെ വാദം. അതേസമയത്ത് മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന രീതിയിൽ അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കല്ല എന്നാണ് സുന്നി പക്ഷത്തിന്റെ വാദം. അതുകൊണ്ട് ശിർക്കല്ല എന്ന വാദത്തിന് തെളിവിന്റെ ആവശ്യമില്ല. ശിർക്കാണ് എന്ന് പറയുന്ന വിഭാഗമാണ് അത് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാത്ത കാലത്തോളം ശിർക്കല്ലാതെ തന്നെ നിലനിൽക്കും. അത് തെളിയിക്കാൻ ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരം വരുമ്പോ അവരതിന് 1 by 1 ആയി ചോദ്യം വരും, അവരിൽ നിന്ന് മറുപടി പറയണം. എന്നാൽ പോലും അത് തെളിയിക്കേണ്ട, അതിന് തെളിവ് പറയേണ്ട ഒരു ബാധ്യത ഇല്ലെങ്കിൽ പോലും സമൂഹം ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ സുന്നികൾ ചെയ്യുന്ന പണി ശിർക്കല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. വളരെ ബോധ്യത്തോടുകൂടെ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വരണം. എന്നാൽ ഒരു സന്തോഷകരമായ ഒരു വിഷയം, ആ വിഷയാവതരണത്തിൽ ഞാൻ കേട്ട് ശ്രദ്ധിച്ച് എനിക്ക് സന്തോഷം തോന്നിയത്, ഖുർആനും സുന്നത്തിലേക്ക് മാത്രം വന്നപ്പോൾ അത് മനസ്സിലാക്കേണ്ടിടങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എന്നാണ്. വളരെ കറക്റ്റാണ്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്തതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രമാണമായി ഉദ്ധരിക്കാൻ പോകുന്നത്. ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാകിഊൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ സഹായി അല്ലാഹുവും അവന്റെ റസൂലുമാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാകിഊൻ. പിന്നെ വിശ്വാസികളുമാണ്
അവിശ്വാസികളുടെ ക്വാളിറ്റിയും അവിടെ പറഞ്ഞു. നിസ്കരിക്കുന്ന, നോമനുഷ്ഠിക്കുന്ന എന്ന് പറയുന്ന ക്വാളിറ്റിയും അവിടെ കൃത്യമായി പറഞ്ഞു. ആ വിഭാഗമാണ് നിങ്ങളുടെ സഹായികൾ എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആരോടാണ് സഹായം തേടേണ്ടത് എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയക്കും ഇന്നമാ വലിയക്കും എന്ന് പറഞ്ഞെടുത്ത് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല അൻഹു ഇതിനെ വിശദീകരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ ഹാഫിളുക്കും വനാസിറുക്കും എന്നാണ്. നമ്മുടെ സംവാദത്തിന്റെ വ്യവസ്ഥയിലെ മലയാള പരിഭാഷയുടെ നേരറിവിലേക്ക് പോകാം. ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ. ഹാഫിളുക്കും വനാസിറുക്കും, ഹാഫിളുക്കും വനാസിറുക്കും, നിങ്ങൾ കാവലു തരുന്നവർ, നിങ്ങളെ സഹായിക്കുന്നവർ എന്ന് തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല അൻഹു അതിന് തഫ്സീർ എഴുതിയിട്ടുണ്ട്. തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. വളരെ ആധികാരികമല്ലാത്ത ഒരു വിഷയം ഇൻഷാ അല്ലാഹ് മഹാന്മാര് എന്തുകൊണ്ടാണ് ഇസ്തിഗാസയെ കുറിച്ചൊന്നും ഒരു പണ്ടേ കാലങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് തന്നെ പറയുന്നു. ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ സ്വന്തമാക്കിയൊന്നും പറയാറില്ല, അതൊന്നും ഇമാമികൾ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കൽ മാത്രമാണ്, അതുകൊണ്ട് ഒരിക്കലും ഭിന്നിപ്പിന്റെ ആവശ്യമില്ല. അതേസമയത്ത് ഇന്ന് ദവസുൽ ഇസ്തിഗാസയെ കുറിച്ചൊക്കെ നേരത്തെ നിലപാടെടുത്ത ആളുകൾ എത്തിപ്പെട്ട സ്റ്റേജ് എവിടെയാണെന്ന് നമുക്കറിയാം. എന്നാലും വളരെ വളരെ ദൂരം ഇനിയില്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് വരാൻ. അവർക്ക് വളരെ ദൂരം ഇനിയില്ല, വളരെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തായിരുന്നാലും ജിന്നുകളെയും പിന്നെ മലക്കുകളെയും ഒക്കെ ഈ വ്യവസ്ഥയിൽ നിന്ന് അവർ നീക്കം ചെയ്തിട്ടുണ്ട്. ആ ജിന്നുകളോടൊക്കെ സഹായാർത്ഥരാവാം എന്ന രീതി, അവരോട് ചെയ്യുന്ന സഹായത്തിന് ശിർക്കല്ല, അവരുടെ സഹായം തേടുന്ന ശിർക്കല്ല എന്നിടത്തെത്തിയിട്ടുണ്ട്. ശിർക്കല്ല എന്നെത്തിയിട്ടുണ്ട്. നേരത്തെ ശിർക്കായ പലതും ഇപ്പോൾ ശിർക്കല്ല എന്ന് പറയുന്നിടത്തുണ്ട്. കുറച്ചും കൂടെ ദൂരം കൂടി, കുറച്ചും കൂടെ പഠിക്കാൻ. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഖുർആനും ഹദീസും പഠിക്കേണ്ടിടത്ത് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിച്ചാൽ വളരെ ചെറിയ ഒരു പക്ഷേ സംവാദത്തോടുകൂടി തന്നെ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഹക്ക് ബോധ്യപ്പെടുന്ന ദിവസമായി അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനെ മാറ്റി തരുമാറാവട്ടെ എന്ന് ഉറപ്പെടുത്തുകയാണ്. ഇനി ഇവിടെ പിന്നെ ഒരു വിഷയം പറയാനുള്ളത്, അവർ പറയും സഹായി അല്ലാഹു ആണ് സഹായി, പിന്നെ അത് റസൂലാണ് സഹായി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കര ചോദ്യമാണ്. സഹായം ചോദിക്കണം എന്ന് എവിടെയാ പറഞ്ഞത്? സ്ഥിരം കേൾക്കുന്നതാണ്, കേട്ട് മടുത്തതാണ്. അതിന് തന്നെ ആ ആയത്തിൽ തന്നെ മറുപടി ഉണ്ട്. സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയാം, സഹായിയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും സഹായം തേടണം എന്നെവിടെയാ പറഞ്ഞത്? ഭയങ്കര എന്നിട്ട് ഒരു മുസ്ലിയാറെ വിളിക്കുക, എവിടെയാ മുസ്ലിയാറെ അങ്ങനെ പറഞ്ഞെന്നൊക്കെയാണ് ചോദിക്കുക. അത് ആ ആയത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനെയും റസൂലിനെയും സഹായികളായി കണ്ടവർ, അവരോട് സഹായാർത്ഥന നടത്തിയവർ, വല്ലദീന ആമനു വിശ്വാസികളായ സമൂഹത്തോടും വിശ്വാസികളായ സമൂഹത്തെയും സഹായികളായി കണ്ടവർ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, ആ ടീമിനെ വിജയിക്കാൻ കഴിയുന്നതാണ്. അപ്പാർട്ടിയാണ് വിജയിച്ച പാർട്ടി, അപ്പാർട്ടിയാണ് ഹിദായത്തിന്റെ പാർട്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു. അവിടെ പിന്നെ പറയും, അവിടെ മരിച്ചുപോയവർ എന്ന അവസ്ഥയിലില്ലേ എന്നൊക്കെ ചോദിക്കും. ആയിക്കോട്ടെ, അതിന് എന്താ പേടി? മരിച്ചുപോയവരോടും പറ്റും. ആ മഹാനായ നമുക്ക് ബഹറുൽ മുഹീത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അൻഹുവിനെ റഈസു താബിഈനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അൻഹു ഉദ്ധരിച്ചുകൊണ്ട് ബഹറുൽ മുഹീത്തിൽ കാണാം, മൻ മലാമിൻഹും വമൻ ബഖിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസന്റിലുള്ള ആളുകൾക്കും മുഅ്മിനീങ്ങൾക്കും ഇത് ബാധകമാണ്. കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബഹറുൽ മുഹീത്തിൽ കാണാം. അതുകൊണ്ട് മരിച്ചുപോയവരെ അതോടെ കിട്ടുക എന്ന് ചോദിക്കാൻ, പിന്നെ ആദ്യം ജീവിച്ചിരിക്കുന്നവരുടെ പറ്റൂരും തെളിയിക്കണം, എന്നാലും മരിച്ചവർക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ പോലും മരിച്ചവരോട് സഹായാർത്ഥന നടത്തുന്നതിന്, ഇസ്തിഗാസ നടത്തുന്നതിന് അനുവദിക്കപ്പെട്ട രീതി ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അൻഹു വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തും ഹദീസും ധാരാളം ഈ വിഷയത്തിൽ ഓതാനുണ്ട്. ഇസ്തിഗാസ അനുവദനീയമാണ്. പക്ഷെ ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്നും നേരെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന ഒരു രീതിയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ വിഷയം നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള ഇമ്മത്ത്, നമ്മളെക്കാളും ഹദീസ് കണ്ട ഇമ്മത്ത്, അവർ വിശദീകരിക്കുകയും അവർ ചെയ്തു തരികയും വളരെ കൃത്യമായി സംശയമില്ലാതെ ചെയ്തു വരികയും ചെയ്തതിന്
അനുകരിക്കുന്ന രീതി മാത്രമാണ് ലോകത്ത് ഞങ്ങൾ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത്, വിശ്വസിച്ച് പോന്നിട്ടുള്ളത്. ധാരാളം ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ പറയാറുണ്ട്. മഹാനായ ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി തആല അൻഹു ശിഫാഉൽ സഖാമിൽ വളരെ വ്യക്തമായി ഇസ്തിഗാസ പറ്റും തന്നെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വേട് തന്നെ പറഞ്ഞിട്ടുണ്ടോ ഈ സംവാദ വ്യവസ്ഥയിൽ തന്നെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന് പറയുന്ന ആ പണി ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കന്മാർ മുതൽക്കു തന്നെ നടന്നു വന്ന അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളായ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പണിയായിരുന്നത്. അതിന് ആ തർക്കം വന്നത് ഇബ്നു തൈമിയ്യയുടെ കാലം മുതൽക്ക് മാത്രമാണ്. ആ തർക്കം വന്നതിന് ശേഷം അതിന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ആ തർക്കത്തെ നിരാകരിക്കുന്ന രീതിയിൽ പണ്ഡിതന്മാർ അഇമ്മത്ത് ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു വലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വതശഫഉ ബിൻ നബി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫത്തി മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ വസിയരി സലഫിസ് സാലിഹീൻ വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ വലം യുൻകിറ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ എന്ന് പറഞ്ഞ് വളരെ വിശദമായി തന്നെ അത് ഔലിയാക്കന്മാർ അന്നഹു യജൂസു തവസ്സുൽ വൽ ഇസ്തിഗാസത്തു, ഇസ്തിഗാസയും തവസ്സുലും അനുവദനീയവും പുണ്യകരവുമാണ്. വതശബഉ ബിൻ നബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല വജവാസു ദാലിക വഹുസ്നു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫത്തി മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ. ഇത് അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാരഥന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും പണിയാണ്. അതിനാരും ഒരു ധാരാളം കണ്ടുപിടിച്ചിട്ടില്ല. ആരാണ് ഈ പണ്ഡിതന്മാർ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ ഹദീസുകളെ കുറിച്ച് ബോധ്യമുള്ളവർ, ആയത്തിനൊക്കെ നമ്മളെക്കാളും എത്രയോ ബോധ്യമുള്ളവർ, നമ്മൾ കണ്ടതിലും എത്രയോ 10,000 വരുന്ന ഹദീസുകൾ മനഃപ്പാഠമുള്ളവർ, അതിന്റെ പശ്ചാത്തല വിഷയങ്ങൾ അറിയുന്നവർ, വളരെ അഗാധമായ പാണ്ഡിത്യമുള്ളവർ, അവരാണ് ഈ തവസ്സുലും ഇസ്തിഗാസയും അനുവദനീയമാണെന്ന് പറഞ്ഞു തരികയും അത് നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വ്യവസ്ഥ ഏരിയ പ്രകാരം ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞവർ അത് തെളിയിക്കേണ്ടതാണ്, ശിർക്കല്ലെന്ന് പറഞ്ഞവർ തെളിയിക്കേണ്ടതില്ല. എന്നാൽ പോലും ഞങ്ങൾ അത് ഇസ്തിഗാസ നിർവഹിക്കുന്നവർ തന്നെയാണ്. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. അത് തന്റെ ഇടത്തോട് തന്നെ പറയും, അതിൽ ഒളിച്ചും കളിയും മാത്രമൊന്നുമില്ല. ഒരു അഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലില്ല. തൗഹീദിനെ കുറിച്ച്, ഇസ്തിഗാസയെ കുറിച്ച്, തവസ്സലിനെ കുറിച്ച് എക്കാലും ഒരൊറ്റ നിലപാടാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇസ്തിഗാസയെ കുറിച്ച് അല്ലെങ്കിൽ തൗഹീദിനെ കുറിച്ച് ഒരൊറ്റ നിലപാട് മാത്രമാണോ നിങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളതെന്ന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ട് അതേന്ന് പറയാൻ കഴിയുന്നില്ല. ഒരൊറ്റ നിലപാടല്ല, തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം വിഷയാവതരണത്തിൽ ഓതിയ അതേ ആയത്തും അതേ ഹദീസും തന്നെയാണ് ഇപ്പൊ ഹനീഫ കായക്കൊടിയൊക്കെ ഇവർക്കെതിരെ തന്നെ പോതിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായ ഒരു കാര്യം. ഇതോതിട്ട് തന്നെയാ പറയുന്നത്, നിങ്ങൾ ഏകദേശം സുന്നികളെ കൂട്ടത്തിലൊക്കെ പോയിരിക്കുന്നു, ഹദീസിലുണ്ട്, ആയത്തിലുണ്ട്, നിങ്ങളത് പഠിക്കണമെന്ന് അവർ പറയാണ്. അപ്പൊ അതും എഴുതിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരൊറ്റ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അത് ഖുർആൻ പഠിപ്പിച്ചു തന്ന, ഹദീസ് പഠിപ്പിച്ചു തന്ന, ആ ഖുർആനും ഹദീസിലും അഗാധമായ പണ്ഡിതമുള്ള ഇമാമുകൾ പഠിപ്പിച്ചു തന്ന ആ വിഷയത്തിൽ അടങ്ങി ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വളരെ വ്യക്തമായി സമൂഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പണ്ഡിതന്മാർ, ഈ വിഷയം ദീന് പഠിച്ച മഹാരഥന്മാർ, ഇൽമു പഠിച്ച മഹാരഥന്മാർ, ഖുർആനും ഹദീസും പഠിക്കേണ്ടതുപോലെ പഠിച്ച മഹാരഥന്മാർ, അവരെല്ലാവരും ഇസ്തിഗാസ നിർവഹിച്ചവരും ഇസ്തിഗാസ നിർവഹിക്കാൻ അനുവദനീയമാണ്, പുണ്യകരമാണ് എന്ന് പറഞ്ഞു തന്നവരുമാണ്. അതൊരു തർക്കവും ആ വിഷയത്തിലില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹക്ക് മനസ്സിലാക്കാനുള്ള ഒരു സന്നദ്ധത എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. സത്യം വളരെ, നമ്മുടെ ബുദ്ധി ആർക്കും നാം പണയപ്പെടുത്തരുത്, നമ്മുടെ ചിന്തയെ നമ്മൾ ആർക്കും പണയപ്പെടുത്തരുത്. നമ്മൾ വളരെ കൃത്യമായി വിഷയങ്ങളെ മനസ്സിലാക്കുകയും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആയത്തും ഈ ഹദീസും, ഈ ഓതുന്ന ആയത്തും ഈ ഹദീസും ഒക്കെ കണ്ടവരല്ലേ ഇസ്തിഗാസ നിർവഹിച്ചവർ. അവർക്ക് ലോകത്ത് ആരാണ് അയോഗ്യത കൽപ്പിച്ചത്? മഹാനായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ മുഹീദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ന്യൂനതയും സുന്നികൾ മഹാരഥന്മാരായ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇമാമുകളെ കുറിച്ച്, സ്വാലിഹീങ്ങളെ
കുറിച്ച് ഒരു ന്യൂനതയും ലോകത്താരും പറയാറില്ല. അവർ പണ്ഡിതന്മാരില്ല എന്നവരും പറയാറില്ല. അവർക്ക് ഖുർആൻ അറിഞ്ഞുകൂടാന്നവരും ആരും പറയാറില്ല. അവർ ഹദീസ് പഠിക്കാത്തവരാണെന്നവർ ആരും പറയാറില്ല. ഇതെല്ലാ യോഗ്യതയുമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചെയ്തു കാണിച്ചു എന്ന് തന്നെയാണ് ഈ വിഷയത്തിലുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തി സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും ബാത്തിലിനെ നിരാകരിക്കാനുമുള്ള തന്റെ ഇടവും ചങ്കൂറ്റവും ആർജവത്വമുള്ള വിഭാഗമായി അല്ലാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. രണ്ടു വിഭാഗത്തിൽ നിന്നും വിഷയാവതരണം കഴിഞ്ഞു. ഇനി ചോദ്യോത്തര സെഷനുകളാണ്. സംവാദ വ്യവസ്ഥ അനുസരിച്ച് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച വിഭാഗം മറുവിഭാഗത്തോട് ചോദ്യം ചോദിക്കുന്നതായിരിക്കും. ഇതുവരെ കാണിച്ച എല്ലാ ആദരവും സംയമനവും നിങ്ങൾ ഇനിയും അങ്ങോട്ട് രണ്ടു വിഭാഗം സദസ്സിലുള്ളവരോടും നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്, ഇതുവരെ ഭംഗിയായി നടന്നു. വിഷയാവതരണം ഭംഗിയായി രണ്ടു വിഭാഗം പണ്ഡിതന്മാരും ഇവിടെ നടത്തിയിരിക്കുകയാണ്. ചോദ്യം 3 മിനിറ്റ് വീതവും ഉത്തരം 4 മിനിറ്റ് വീതവും 10 തവണയായി ഇരു വിഭാഗത്തിനും അനുവദിക്കുന്നതാണ്. ഈ വ്യവസ്ഥ അനുസരിച്ച് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച വിഭാഗം മറുവിഭാഗത്തോട്, അതായത് സുന്നി പക്ഷം മുജാഹിദ് പക്ഷത്തോട് ചോദ്യം ചോദിക്കുവാനുള്ള അവസരമാണ് ഇനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു തആല നമ്മുടെ ഒത്തുകൂടൽ അവന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രോഗ്രാമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ മുജാഹിദ് വിഭാഗം എഴുതി തന്ന വാദം മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്നാണ്. ആ വാദത്തിൽ നിന്നാണ് ഞങ്ങളെ ഒന്നാമത്തെ ചോദ്യം. ഈ വാദം എഴുതി തന്ന നിങ്ങൾ, എഴുതി തരുമ്പോ APയും TPയും ഒക്കെ നേതാവായിരുന്നു, അവരൊക്കെ കള്ളന്മാരായി, അത് വേറൊരു കാര്യം. അത് എഴുതിയ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ചിന്നി മലക്ക് പോലെയുള്ള സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ പുഴയിൽ വീണ മൗലവി ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള മലക്ക് ജിന്ന് സഹായിക്കുമെന്ന നിലക്ക് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറയും. അപ്പൊ ഇത് ശിർക്കാണ്, അത് ശിർക്കല്ല എന്ന് പറയുമ്പോ നിങ്ങളെ വാദത്തിൽ ഒരു വൈരുദ്ധ്യം വരുന്നു. അതുകൊണ്ട് എന്റെ ചോദ്യം, എന്താണ് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം? അതൊന്ന് വ്യക്തമാക്കി തരാം. ചോദ്യം വളരെ വ്യക്തമാണ്. പണ്ട് കാലത്ത് നിങ്ങളെ തൗഹീദിൽ നിന്നുള്ള ഒരു മാറ്റം അതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങോട്ട് ആവശ്യമുണ്ടാകുമ്പോൾ വരാം. അതായത് ജിന്ന് മലക്ക് എന്നിവരോട് അവരുടെ കൈവിൽപ്പെട്ട കാര്യം, ഉദാഹരണം ബാലുശ്ശേരി സക്കരിയ എല്ലാവരും പറഞ്ഞതാണ്, ഞാൻ പറയേണ്ടതല്ലോ. പുഴയിൽ വീണ ഒരാള് ജിന്നെ അവിടെ ഉണ്ടായേക്കാനിടയുള്ള ജിൻ, ഓക്കെ, മുസ്ലിമായ ജിൻ ആയിക്കോട്ടെ, ആ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്നും മഹാന്മാരോട് തേടിയാൽ ശിർക്കാണെന്നും നിങ്ങൾ വാദിക്കുന്നു. എന്തുകൊണ്ട് മഹാന്മാരോടാവുമ്പോ ശിർക്കാകുന്നു, ജിന്നുകളോട് അവരുടെ കൈവിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മുഴക്കരിയിലുള്ള ജിന്നോ അല്ലെങ്കിൽ വിജനപ്രദേശത്തുള്ള ജിന്നോ ഏതും ആകട്ടെ അതിനോട് തേടിയാൽ ശിർക്കല്ല എന്നുമുള്ള ആ രണ്ട് വാദവും വൈരുദ്ധ്യമുണ്ട്. ഒന്നുകിൽ രണ്ടും ശിർക്കല്ലാതിരിക്കുക, അല്ലെങ്കിൽ കായ്ക്കൊടി പറഞ്ഞ പോലെ രണ്ടും ശിർക്കാന്ന് പറയാം. എന്നാലും അതിനൊരു വകുപ്പുണ്ട്. ഇത് രണ്ടും കണ്ണിൽ കാണുന്നില്ല, ജിന്നിനെ കാണുന്നുണ്ടോ, ആ ഉലിയാക്കളെ കാണുന്നില്ല. അപ്പൊ രണ്ടും കാണാതിരിക്കെ തന്നെ ഹാദിറായ അല്ലെങ്കിൽ അവിടെ ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ലെന്നും ഔലിയാക്കളോട് തേടുന്നത് ശിർക്കാണെന്നുമുള്ള നിങ്ങളുടെ വാദം വൈരുദ്ധ്യമാണ്. ഇല്ലെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള ഫർഖ്, വ്യത്യാസം സമൂഹത്തിന് പഠിപ്പിക്കണം. ആ വ്യത്യാസം പഠിപ്പിക്കപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നടന്നു വരുന്ന ഈ തർക്കം ഇബ്നു തൈമിയയ്ക്ക് ശേഷം ഉണ്ടായ തർക്കം, ഒന്നുകൂടി പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമല്ല. മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട്, യാ ഖൗറത്തല്ലാഹി
ഖുർആനായി. അതിലിവിടെ ഞങ്ങൾക്ക് തർക്കണ്ടോ? അതുകൊണ്ടല്ലേ കുത്തുനിയത്ത് ചെല്ലുമ്പോ നമ്മൾ ആദ്യം അതല്ലേ ചെല്ലുക. അപ്പോ അത് നമ്മളെ വാദമാണ്. അള്ളാനെ നന്നായി വിളിക്കണം, വിളിക്കുന്നവരാണ് നമ്മൾ എന്നല്ല. ഞങ്ങളെ പോലെ നിങ്ങൾ ദ്വാരക്കലുണ്ടോ അള്ളാനോട്? അതില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയണം. തർക്കമുള്ളത് ഈ വിഷയത്തിലാണ്. അതുകൊണ്ട് പറയണം, ജിന്നിനോടാകുമ്പോ ഹാജരായ കാതിറായ ഹയായിക്കോട്ടെ, ആ ജിന്നിനോടാകുമ്പോ ശിർക്കല്ലെന്നും ഔലിയാക്കളോട് മഹാന്മാരോടുമ്പോ ശിർക്കാണെന്നുമുള്ള ഈ വാദം, അതിന്റെ വ്യത്യാസം എന്ത് എന്ന് സമൂഹത്തോട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, വിഷയാവതരണവും മുസ്ലിയാരുടെ ചോദ്യവും നമ്മൾ ശ്രദ്ധിച്ചു. നമ്മുടെ വ്യവസ്ഥയിൽ നിന്ന് തെന്നി മാറിയിട്ടാണ് ആദ്യാവസാനം മുതൽ തന്നെ ഇവിടെ വിഷയാവതരണവും ചോദ്യവും വന്നിട്ടുണ്ട്. മൊഹീദ്ദീൻ ശൈഖ് ഒക്കെ എന്നാണ് മരിച്ചുപോയ ജിന്നായത് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അവിടെ തേടിയാ ഷിർക്കാവോ, മറ്റൊരു തേടിയാ ഷിർക്കാവോ? മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ആരോട് തേടിയാലും ഷിർക്ക്. അത് എവിടെ മുങ്ങിച്ചാകണ നേരത്തായാലും ശരി, എവിടത്തായാലും ശരി. കാരണം നിങ്ങളുടെ വിശ്വാസം, അതെ, നിങ്ങളുടെ വിശ്വാസം പിഴച്ചതാണ്. നിങ്ങളുടെ ഉസ്താദ് അറിയാതെ ഈ ലോകത്ത് അല്ലാഹു ഇനി ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുകയും നാട്ടുകാരോട് പറയുകയും ചെയ്യുന്ന നിങ്ങൾ ആരെ വിളിച്ചാലും അത് ശിർക്ക് തന്നെയാണ്, ശുദ്ധ കുഫ്റാണ്. അതാണ് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾ കുറെ മെയിലൊക്കെ വായിച്ചു, ഒക്കെ കോടതി അപേക്ഷയാണ്. അവര് ആകെ കോടതി നടക്കുന്നത് പോലെ ചിലപ്പോൾ എഴുത്തും കത്തൊക്കെ തന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ അങ്ങോട്ട് അവരെയൊക്കെ വേണമെങ്കിൽ ഒന്ന് എന്താ പറയാ, അങ്ങനെ ഇങ്ങനെയൊക്കെ നീ എൻ പൃഷ്ഠം ചൊറിഞ്ഞിടിൽ ഞാൻ നിൻ പൃഷ്ഠവും ചൊറിഞ്ഞിടാം എന്നൊക്കെയുള്ള ആ രീതിയില് നിങ്ങളിപ്പോ നടന്നിട്ടുണ്ടാവും. അതെന്തായിരുന്നാലും ശരി, നമ്മളുടെ വിഷയം ഈ ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഹക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള വിളി, അല്ലാഹു അല്ലാത്തവരോടുള്ള വിളി, ഒരു വിളി എങ്ങനെയാണ് ശിർക്കാവുന്നത്? അത് വളരെ കൃത്യമാണ്, അത് വളരെ കൃത്യമാണ്. നിങ്ങൾ വിളിക്കുന്ന വിളി എവിടെ നിന്ന് വിളിച്ചാലും, ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും, ഏത് ആവശ്യത്തിന് വിളിച്ചാലും മൊഹീദ്ദീൻ ശൈഖും ബദരീകളും ഒക്കെ കേൾക്കുമെന്ന് അടിസ്ഥാനത്തിൽ നിങ്ങൾ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ, ആ വിളി അള്ളാഹുവിന്റെ നിരവധി സിഫത്തുകളിൽ പങ്കുചേർക്കലാണ്. എവിടെ നിന്ന് വിളിച്ചാലും, ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും, ഏത് കാര്യത്തിന് വിളിച്ചാലും അതിന് മറുപടി കേട്ടുകൊണ്ട് ഉത്തരം നൽകുവാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു തആലക്ക് മാത്രമുള്ളതാണ്. വല്ലേ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നുള്ള ഈ ഓവറായ വിശ്വാസം വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വിളി, അതുകൊണ്ട് തന്നെയാണ് അത് ശിർക്കായി മാറുന്നത്. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ TP എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദർശ കൂട്ടായ്മയാണ്. ഇത് കണ്ടോ, ഇത് ഇന്നും ഇന്നലെയുമില്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്നത് രൂപീകരിക്കുന്ന യോഗത്തിൽ അതിനു വേണ്ടി അവർ നടത്തിയ പ്രസ്താവനയാണ്. എന്താണ്? കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ളതാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. ആദർശ പ്രബോധനം ഇന്നും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അതിന് വേണ്ട എല്ലാ നിലക്കും നിങ്ങൾ ഏതോ ആളുടെ മെയിലൊക്കെ എടുത്ത് ഞാൻ പ്രസിഡന്റാണ് എന്നൊക്കെ പറഞ്ഞ് ആരോ മെയിൽ അയച്ചിട്ട് കൊണ്ടതിന് കാര്യമല്ല. ഇവിടെ കൃത്യമായി IICCBന്റെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, അദ്ദേഹം നവാസ്, സെക്രട്ടറി ഷഫീർ, വൈസ് പ്രസിഡന്റ് നബീല്, ഇവിടുത്തെ ദായിമാര് ഷഫീഖ് സലായി, IIC മസ്കത്തിന്റെ പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ കരീം മദനി, ട്രഷറർ AK ആഷ്റഫ്. ഇങ്ങനെ ഇവിടെ തന്നെ സന്നിഹിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏതെങ്കിലും ആളുകളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പടച്ചുണ്ടാക്കി പ്രസിഡന്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതൊന്നും വില പോവുകയില്ല എന്നാ പറയുന്നത്. ഇപ്പൊ തന്നെ ബേജാറായാലോ, സംവാദം തുടങ്ങുന്നല്ലേ ഉള്ളൂ.
എന്താ നിങ്ങൾ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ചോദിച്ചെന്താ മൗലയുടെ ഉത്തരം എന്താ? വിഷയത്തിൽപ്പെട്ടതല്ല. അത് ജിന്ന് വരുമ്പോ നിങ്ങൾ വിഷയത്തിൽപ്പെട്ടതല്ല എന്ന് പറയുന്നു, ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ്. പിന്നെ തല്ല് നടക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഒരു പ്രസിഡന്റ് ഞങ്ങൾക്ക് എഴുതി തന്നത് ഞങ്ങളായിട്ട് ബന്ധമല്ല. ഇപ്പൊ വേറെ ആള് പ്രസിഡന്റ് ആയി. ആ പ്രസിഡന്റ് ആയ ആള് സംഘടനയുടെ പുറത്താന്നാണ് AP-യും DP-യും പറയുന്നത്. ആ AP-യും DP-യുടെ ടീമാണ് ഞങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയത്. അവരെങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? തുറന്നു പറയണം. പിന്നെ ഏത് തേട്ടവും ശിർക്കാണ്. ഇത് നിങ്ങളുടെ പത്രമല്ല ഇസ്ലാഹ് പത്രം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഇതിലെന്താ പറഞ്ഞറിയോ? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. റഹ്മാനി കായക്കുടി ഒന്നും അവിടെ ഇല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. അപ്പൊ ജിന്ന് മലക്കിനെ ഉദ്ദേശിച്ച് ചോദിച്ചാൽ ശിർക്കല്ലെന്ന് ജബ്ബാർ മൗലവി എഴുതിയ ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? അംഗീകരിക്കുന്നുണ്ടായതുകൊണ്ടല്ലേ നിങ്ങളെ പുറത്താക്കിയത്. നിങ്ങളിപ്പോ പുറത്താണല്ലേ? അതാ ഞാൻ ചോദിച്ചത്. വിഷയത്തിന്റെ മർമ്മ ചോദ്യം എന്താ? ചോദ്യം നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി തന്ന് എന്ത്? മഹാന്മാരോട് തേടിയ ശിർക്കാണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരെ കാണുന്നില്ല. കാര്യകാരണം നിങ്ങൾക്ക് അപ്പുറത്താണ്. കാര്യകാരണം ഒന്നും ഇങ്ങോട്ട് വരാത്ത, അതുകൊണ്ട് ശിർക്കാണ് എന്ന് ഞങ്ങളോട് പറയും. അതേ നിങ്ങൾ തന്നെ സക്കരിയാസലായും ജിന്നും കൂടി മീൻ പിടിക്കാൻ പോയ കഥ നിങ്ങൾ കേട്ടില്ലേ? രണ്ടാളും കൂടി ചൂണ്ടിടാൻ പോയപ്പോഴാണ് ഒരാൾ പുഴയിലേക്ക് മറിഞ്ഞു വീണത്. ഉടനെ ജിന്നെ എന്നെ കാക്കണേന്ന് പറഞ്ഞു. അതെങ്ങനെ ശിർക്കാവും? സക്കരിയാസലായി ചോദിക്കുന്നു. അപ്പൊ ജിന്നിനോട് തേടിയാൽ ഞാൻ പറഞ്ഞില്ല ഹയ്യും ഹാദിറുമായ, അങ്ങനെ കൂട്ടിക്കോ മുസ്ലിമുമായ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്ന് നിങ്ങൾ എത്തി. ശിർക്കാണെന്നായിരുന്നു നിങ്ങളെ പഴയകാല വിശ്വാസം. അതുകൊണ്ട് എന്റെ ചോദ്യം, ആൺകുട്ടിയാണെങ്കിൽ മറുപടി പറയണം. എന്താണത് തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നില്ലെന്ന് പറയണം. ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തുറന്നു പറയുക. ഔലിയാക്കളോടാകുമ്പോ ശിർക്കും, മഹാന്മാരോടാകുമ്പോ ശിർക്കും, ജിന്ന് മലക്കിനോടാകുമ്പോ തൗഹീദുമാകുന്നതെങ്ങനെ? എന്താണ് ആ വ്യത്യാസം? ഇലാ യൗമിൽ ഖിയാമ നിങ്ങളെ കൊണ്ടത് പറയാൻ സാധ്യമല്ല. ആ വിശദീകരണം നിങ്ങൾ പറഞ്ഞാൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം അവസാനിക്കും. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സിനുണ്ട്. ഞാൻ ഇവിടുന്ന് പറഞ്ഞു കുന്നുവേറയില്ലെന്ന് പറഞ്ഞു തന്നിരുന്നു. കാരണം ഹനീഫ കായക്കുടി ടീമാണ്, അവരോട് ഇപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരത് വിട്ട് അവർ പറഞ്ഞു ജിന്നുകളൊക്കെ ഞങ്ങൾ പുറത്താക്കി. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോ ഔലിയാക്കളോട് ശിർക്കാണെന്ന് പറയുന്നു, അവരെ കാണുന്നില്ല. അമ്പിയാക്കൾ ഔലിയാക്കളോട് അത് ശിർക്കാണെന്നും ജിന്നുകളോടാണെങ്കിൽ ശിർക്കല്ലെന്നും പറയുന്നു. അല്ലെങ്കിൽ ഇത് നിങ്ങൾ അവഗണിക്കണം. അതുകൊണ്ട് ആ ചോദ്യം ആവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന് മറുപടി കിട്ടിയേ പറ്റൂ. തീർച്ചയായും വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ചോദിച്ചത്, മറുപടി പറയണം. പിന്നെ AP ഉസ്താദ് അറിയാതെ ശരി, നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് പറഞ്ഞത്? എന്താണ് ഇതിന്റെ വിശദീകരണം? എഴുതിക്കോ വ്യവസ്ഥ. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളത് തെളിയിക്കാനും തയ്യാറാണ്. ഞങ്ങളോട് ആ കളി വേണ്ട. ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ മക്കളാണെന്നത് മറക്കണ്ട. ഇത് ഞങ്ങൾ എന്നും പറയുന്നതാണ് സഹോദരന്മാരെ. ഇനി ഞാൻ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് ആ വ്യത്യാസം പറഞ്ഞേ പറ്റൂ. ഇത് കേരളത്തിലുള്ളവരൊന്ന് പഠിക്കട്ടെ. നാട്ടിലെ പോലെ തക്ബീറും ചിരിയൊന്നും കിട്ടണില്ലല്ലേ? അങ്ങനെ നടക്കപ്പോ. അപ്പൊ വ്യവസ്ഥ അതിനെഴുതുന്നെങ്കിൽ ഇതിനും പറഞ്ഞോ. ഇതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇസ്തിഗാസ എന്ന വിഷയം കഴിഞ്ഞതിന് ശേഷം ജിന്നിനോടോ മലക്കിനോടോ ഏതിനോടാവട്ടെ ഇരുന്നോ ശരി, തയ്യാറാ ഞാൻ. ഇൻഷാ അല്ലാഹ് സീവ് ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ തയ്യാറാ. നാട്ടിലെ ചിരിയും കളിയൊന്നും ഇവിടെ വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ തയ്യാറുണ്ടോ? എന്തിന്? ഇസ്തിഗാസ ഞങ്ങൾ അവതരിപ്പിച്ച വിഷയം എന്താണ്? അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് ഞങ്ങൾ എഴുതുന്ന വിഷയാവതരണം മാത്രമല്ല, ഞങ്ങളെ വ്യവസ്ഥ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. വ്യവസ്ഥ പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കാണണം. നിങ്ങൾ വ്യവസ്ഥ എന്താ? വ്യവസ്ഥ മരിച്ചുപോയ മഹാന്മാരോട് ജീവിച്ചിരുന്നായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചുപോയ മഹാന്മാർ, അതെ മുയ്യത്തി ശേഖരക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ടുള്ള അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. എവിടെയോ ജിന്ന്, എവിടെ മലക്ക്? പറ, അതാദ്യം പറ. അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും പേടിയില്ല. ശനി, നമ്മൾ തമ്മിൽ എത്ര മുട്ടിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഖണ്ഡനം നടത്തിയിട്ടുണ്ട്. തയ്യാറാണ് ഞാൻ, നമ്മൾ തയ്യാറാണ്. നിങ്ങൾ എഴുതിക്കോ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇരുന്നോ
തയ്യാറാണ് ഞങ്ങൾ. എന്തിന്? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാകുന്നത് എപ്പോൾ? മലക്കിനോട് സഹായം തേടുന്നത് ശിർക്കാകുന്നത് ശിർക്കാകാത്തതെപ്പോൾ? കൃത്യമായി പഠിപ്പിച്ചരങ്ങളെ നിങ്ങൾ ചാടിക്കളിക്കണ്ട. ഞങ്ങളെ പുറത്താക്കിയോ അകത്താക്കിയോ ഒക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് നമുക്ക് ചർച്ച ചെയ്യാൻ പോണെങ്കിൽ അത് എഴുതിക്ക വിഷയം, അത് നമുക്ക് വേറെ വിഷയം എഴുതാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതിന് വിഷയം വേറെ എഴുതാമെങ്കിൽ ഇതിനും ഞാൻ പറയുന്നു, സംവാദത്തിന് ഈ വിഷയത്തിലും ഞങ്ങൾ തയ്യാറാണ്. എഴുതിക്കോളുക. എന്താ വിഷയത്തിൽ ഇപ്പൊ നിങ്ങളെ നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു? വിഷയത്തിന് വ്യവസ്ഥ എഴുതിയപ്പോ നിങ്ങൾ ആളുകളൊക്കെ എവിടെ? എന്താ എഴുതാഞ്ഞത് ജിന്നും മലക്കും ഒക്കെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇവിടെ വന്നത് രക്ഷപ്പെടണമല്ലേ, നടക്കൂല. എഴുതിങ്ങള് കുറെ പ്രാവശ്യമൊക്കെ ഒച്ചപ്പാടുമ്പോൾ ഉണ്ടാക്കിയ കുറെ തക്ബീറൊക്കെ കിട്ടി നാട്ടിന്ന് ഇവിടെ നടക്കൂല, നേരത്തെ തന്നെ പറഞ്ഞിരിക്കണേ. അതോടെ കാറ്റുപോയി. അതുകൊണ്ട് പഠിച്ചോ. ഇസ്തിഗാസ ശിർക്കാണെന്ന് തെളിയിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. പറയൂ തെളിവ്. സുബക്കിയുടെ ഭാഗം ഞങ്ങൾ പറഞ്ഞില്ലേ? സുബക്കിക്കെതിരെ ശക്തമായി മഹാനായ ഇബ്നു അബ്ദുൽ ഹാദി അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമായി സുബക്കിക്ക് മറുപടി കൊടുത്തു. ഇന്ന് വരെ സുബക്കിക്ക് മറുപടി പറഞ്ഞ ആ വിഷയത്തിന് ശേഷം ഒറ്റയാളും ഇബ്നു അബ്ദുൽ ഹാദിയെ ഗണ്ണിച്ചിട്ടില്ല. മോനെ പഠിച്ചോ നിങ്ങള്. അദ്ദേഹത്തിന്റെ വിഷയത്തിന് വളരെ വ്യക്തമായും മറുപടി പറഞ്ഞു വന്നു. എന്തിന്? സ്വാരിമുൽ മുങ്കിയുണ്ടോ? മറിച്ചോ കിതാബ് കുറെ ഫ്രണ്ടിലുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നു ആ വിഷയത്തിൽ സുബക്കിക്ക് അതിനുശേഷം കൃത്യമായി മറുപടി കൊടുത്തു. ഇനി രണ്ടാമത്തത്, ലോകത്ത് ആദ്യമായി ആരാ പറഞ്ഞത്? സുബക്കി ഇബ്നു തൈമിയ്യക്കും ആരും പറഞ്ഞിട്ടില്ല എന്ന്. ആരാ അത് പറഞ്ഞത്? നിങ്ങളുടെ പിൽക്കാലത്തെ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന മറാക്കിഷി എഴുതിയതാ മിസ്ബാഹുൽ വലാം. എന്തിനാ ഇയാൾ എഴുതിയത്? എല്ലാവരും അള്ളാഹിനോട് ഇസ്തിഗാസ എടുത്തത്, റസൂലുള്ളാഹിനോട് ചേടാൻ ആരുമില്ല, അതുകൊണ്ട് അതിന്റെ പേര് ഞാൻ ഒരു കിതാബ് എഴുതുന്നു പറഞ്ഞ് എഴുതിയതാ. ഇബ്നു തൈമിയ്യക്ക് മുമ്പ്, ഇബ്നു തൈമിയ്യക്കും അതിനുശേഷമാണ് ഇബ്നു തൈമിയ്യ അതിനുശേഷം ഗണ്ണിച്ചു. ആ ഗണ്ണനത്തിന് ശേഷം കൃത്യമായി ഇസ്തിഗാസയുടെ വിഷയത്തിലുള്ള വാചകം വളരെ വ്യക്തമായി വന്നു. അതുകൊണ്ട് അശ്വനി തയ്യാറുണ്ടോ? നിങ്ങൾ ഇസ്ലാഹൊക്കെ വിളിച്ചു പൊക്കി കാണിക്കണ്ട. അതൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തയ്യാറുണ്ടോ? ഇസ്തിഗാസ മരണപ്പെട്ടു പോയ മഹാന്മാരോട്, അതേ മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ മഹാന്മാരോട് അവരോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് ഞങ്ങളെ വാദം. ആ വാദം നിങ്ങൾ എഴുതിയെന്താ? ജിന്നുകളോട് സഹായം ശിർക്കല്ല ആണോ? മലക്കിനോട് സഹായം ശിർക്കല്ല എന്നാണ് എഴുതിയത്? അല്ല. വിഷയം നിങ്ങൾ എഴുതി മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കല്ലാതാ. പാറമോനെ തെളിവ്. അതിനാ പറയേണ്ടത്. അതാ വിഷയം. നിങ്ങളിപ്പോ ചോദിക്കാണ്, ശരി ഇൻഷാ അല്ലാഹ് ചോദിച്ചോളൂ. ഞങ്ങളതിന് മറുപടി പറയുന്നു. ഈ വിഷയത്തിൽ ഇസ്തിഗാസ വിഷയം തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതായാലും ജിന്ന് തൊടൂല, അതങ്ങനെ തന്നെയാണ്. കാരണം റഹ്മാനി പറയാ, നമ്മൾ കുറെ മുട്ടിയതല്ലേ, മുട്ടണമെന്ന് ഞമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കുത്തുബിയ്യത്തിന്റെ ഒരു വിഷയത്തിൽ നിങ്ങളെ സ്വന്തം മൂക്കിനിതായി ഞാൻ എത്തിയിട്ട് ഇന്ന് വരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കാൻ കഴിയൂല. ഇപ്പൊ അൽഹംദുലില്ലാ ഏതായാലും നിങ്ങളെ കിട്ടിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? പിന്നെ വിഷയം കൃത്യമായി ഞാൻ വായിച്ചു തരാലോ. ആർക്കും അറിയാം. മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിലുള്ളത് ശിർക്കാണ് നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ തന്നെ പറയുന്നു ജിന്നിനോട് തേടൽ ശിർക്കല്ല. അപ്പോ ഒരാള് ഞങ്ങൾ പറഞ്ഞതിന്റെ നേരെ വൈകിട്ട് നിങ്ങൾ പറയുമ്പോ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു തരൽ ഈ വിഷയത്തിൽ വന്നു. ഏതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞങ്ങൾക്കറിയില്ല, കാരണം ജിന്നുകളാണല്ലോ. ശരിക്കും ഇരുന്നോളൂ, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നു, അത് ശിർക്കാണെന്ന് ഞാൻ വാദിച്ചു. മനസ്സിലാക്കണം. അപ്പൊ വേറെ ആളെ എന്നോട് വാദിക്കാൻ വരുന്നു. അപ്പൊ അയാളെ വാദം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു. ഞാൻ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, എന്നോട് വാദിക്കാൻ വന്ന ആൾ റിഫായി ശൈഖിനെയും വിളിക്കുന്നു. സ്വാഭാവികമായി ഞാൻ ചോദിക്കൂലേ, എന്നോട് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ റിഫായി ശൈഖിനെയും വിളിക്കുന്നുണ്ടല്ലോ, രണ്ടാൾ ആള് മാറിയേ ഉള്ളൂ. ഇതേപോലെ ഞങ്ങളും നിങ്ങളും നമ്മൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ സകല ശൈത്താന്മാരെയും ജിന്നുകളെയും വിളിക്കുന്നു. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞാൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനമില്ല. വ്യവസ്ഥയുടെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിച്ചത്, മറുപടി പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് അതിന്റെ അനുബന്ധമായി വേറൊരു ചോദ്യം കൂടി നിങ്ങൾ അടുത്ത് ഉന്നയിക്കുന്നു. പറയണം മറുപടി. നീ അതിനും വിഷയത്തിന് പുറത്തെന്ന് പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ അഭൗതിക മാർഗത്തിലൂടെയുള്ള തേട്ടം, അതേപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള തേട്ടം, അതാണ് ശിർക്ക്. ഞാൻ ചോദിക്കുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അഭൗതികമായ തേട്ടം, അതാണ് ശിർക്കാവുക. ഇത് ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം. അത് ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇനി അതും വിഷയത്തിന് ഉത്തരം കിട്ടാത്ത ഒക്കെ വിഷയത്തിന് പുറത്ത്
എന്നാ പിന്നെ നല്ല സുഖാണല്ലോ. അതുകൊണ്ട് റഹ്മാനിയോട് പറയുന്നു, നാട്ടിലായാലും ഇവിടെ ആയാലും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. പ്രമാണങ്ങൾക്ക് മുന്നിൽ ഞങ്ങളെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി പറയാനുള്ളത്. അതുകൊണ്ട് പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലെ സുബ്കി ഇമാമിനെതിരെ കിതാബ് എഴുതിയത് ഇൻഷാ അല്ലാഹ് വായിക്ക് നിങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളെ കള്ളക്കളി മുഴുവൻ ഞങ്ങൾ പിടിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ മറുപടി പറയാത്തത്? ചോദ്യം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടാ, ശരിയായി തന്നെയല്ലേ? അതുകൊണ്ട് ആ ജാതി പൂരിയൊന്നും മനസ്സിൽ വേണ്ട. ഒരാൾ സുന്നിയാണോ അല്ലേ തീരുമാനിക്കാനല്ലേ എങ്ങനെ നിങ്ങൾക്ക് അറിയോ? അത് ഞങ്ങളെ അക്കീദ നോക്കിയിട്ടാ ഒരു കാര്യവും കിട്ടാതെ പൊട്ടപ്പോഴത്തും പറയാൻ. അതുകൊണ്ട് രണ്ട് ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ജിന്നിനോട് തരൽ ശിർക്കല്ലെന്നും മൗലിയാക്കളോട് തരൽ ശിർക്കാണെന്നും ഇതിനിടയിലുള്ള വ്യത്യാസമെന്ത്? ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതാണ് ശിർക്ക്, അഭൗതിക മാർഗത്തിലുള്ളതാണ് ശിർക്ക് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, ഇവിടെയും ആവർത്തിച്ചല്ലോ. എവിടെയാണ്, ഏത് ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ് ഇത് നിങ്ങൾ തെളിയിക്കുക? അശ്വനി, നമ്മൾ തമ്മിൽ ചർച്ച വന്നത് മുട്ടിയതൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതോടൊപ്പം ഞാൻ പറയട്ടെ, ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. അന്ന് നിങ്ങളെ കൂടെ മുൻകർ നക്കീർ നിലക്ക് യൂസുഫും ബഖറുദ്ദീൻ സക്കാൽമാരുണ്ടായിരുന്നില്ലേ? വിളിച്ചു ചോദിക്കവരോട്. ഞങ്ങളെ പള്ളിയിലെ മിനാരത്തിന് മുകളിലുള്ള മൈക്ക് നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളെ ജമലുല്ലയിൽ രാത്രി ഒട്ടകമെന്ന് വിളിക്കുന്ന നിങ്ങളെ തങ്ങന്മാരടക്കമുള്ളവർക്ക് വ്യക്തമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ചോദിച്ചു നോക്ക് പോയിട്ട്. മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞടക്കാൻ എത്ര പ്രാവശ്യം തിരൂരിന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ? ഞാനത് മറുപടി പറഞ്ഞതാണ് അശ്വനി. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞില്ലേ? ഞാൻ മറുപടി പറഞ്ഞതാണ് അശ്വനി. എത്ര സ്ഥലത്തുനിന്ന് പറഞ്ഞോ നിങ്ങളോട്? കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ജാതി വർത്താനങ്ങളൊന്നും പറയണ്ട. വീണ്ടും ഇപ്പോഴും ഞാൻ പറയാണ്, ജിന്നും മലക്കും ഒക്കെ കൊണ്ടുവരണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുമൊക്കെ കിടന്ന് കറങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യം. പക്ഷെ ഇവിടെ കൂടിയ ജനങ്ങളുണ്ട്, അവർക്ക് ഈ വിഷയത്തിന്റെ കൃത്യം അറിയണം. മഹാന്മാരോട് നടത്തപ്പെടുന്ന ഇസ്തിഗാസ ശിർക്കാണോ അല്ലേ? ശിർക്കാണോ അല്ലേ? അതാണ് അവർക്ക് അറിയേണ്ടത്. അതിനാണ് ആളുകൾ ഇവിടെ വന്നത്. ആ വിഷയമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി മനസ്സിലാക്കിക്കോ, അല്ലാഹു അല്ലാത്ത മഹാന്മാരോട്, അതെ അവർക്ക് ആ ആളുകളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ്. പിന്നത്തെ ചോദ്യം എന്താ? മറ്റേതായാലും പിൻവലിച്ച മട്ടിലാണ്. എന്നാലും ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം ഏതായാലും അതൊരിക്കലും ഈ വിഷയവുമായി ബന്ധമുള്ളതല്ല. നിങ്ങൾ ജിന്നിനെയും മലക്കിനെയും കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് വ്യവസ്ഥ എഴുതിക്കോ? ജിന്നിനെ വിളിച്ചാൽ ശിർക്കാകുന്നതെപ്പോൾ, ശിർക്കല്ലാത്തതെപ്പോൾ. മലക്കിനെ വിളിച്ചാൽ ശിർക്കാകുന്നതെപ്പോൾ, ശിർക്കാകാത്തതെപ്പോൾ. കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞുതരാം മോനെ. വ്യവസ്ഥ എഴുതിക്കോ. എപ്പോ? ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞതിന് ശേഷം. ഇനി അടുത്ത് പറയട്ടെ, ഭൗതികം അഭൗതികം അങ്ങനെ ഒരു വേർതിരിവുണ്ടോ? ഉണ്ട്. പഠിച്ചോ. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ കിതാബ് പരിശോധിച്ചോ, അതുപോലെ തന്നെ ഇമാം നബിയുടെ കിതാബ് പരിശോധിച്ചോ. അതിലൊക്കെ കൃത്യമായി കാണാം എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം. സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് സൃഷ്ടികളോട് പറയാം. അതേ സമയത്ത് സൃഷ്ടികളുടെ കയ്യിലൂടെ നടക്കാത്ത കാര്യങ്ങൾ, അതേ അള്ളാഹു നടപ്പിൽ വരുത്താത്ത കാര്യങ്ങൾ, അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കരുത്, അള്ളാഹുവിനോട് മാത്രം. ഈ വിഷയം വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. മാത്രമല്ല സഹായത്ത് വിശദീകരിക്കുമ്പോൾ പോലും മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം? അതേ, അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹി ലകിന്നഹു അലാ ഖിസ്മൈൻ അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ വത്താനി മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ. അതേ, രണ്ട് തരമുണ്ട്. ഒന്ന് സാധാരണ ഇവിടെ നടക്കുന്ന രൂപമാണ്. രണ്ടാമത്തതോ സാധാരണ ഈ മീഡിയേറ്റർ ഉപയോഗിച്ച് സാധാരണ രൂപത്തിൽ നടക്കാത്തത്. അത് രണ്ടും വേർതിരിവുണ്ട്. അപ്പൊ സാധാരണ നടക്കുന്നത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോട്, സാധാരണ നടക്കാത്തതോ അസാധാരണ നടക്കുന്നത് മനുഷ്യന്മാരോട്, സാധാരണ സൃഷ്ടികളോട്. അതേ സമയത്ത് സാധാരണ നടക്കാത്തതോ അത് അള്ളാഹുവിനോട്. വളരെ വ്യക്തമായും പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അഹ്സനിയോട് എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി, ഒന്നാമത്തെ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. അതിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വിഷയം കഴിയട്ടെ. നിങ്ങൾ തയ്യാറാണോ? ഇരിക്കാം, വ്യവസ്ഥ എഴുതാം, ആ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. രണ്ടാമത്തതോ ഭൗതിക അഭൗതിക വിഷയം, അഭൗതിക മാർഗത്തിലൂടെ തേട്ടം, അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നത് അത് ഞങ്ങളുണ്ടാക്കിയ ഉസൂലല്ല, ഞങ്ങളുണ്ടാക്കിയ ഉസൂലല്ല. അത് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും പറഞ്ഞു
എന്തുകൊണ്ട് ഹിദായത്ത് സൃഷ്ടികളോട് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? ഹിദായത്ത് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹു അല്ലാത്തവരോട് അത് പറ്റില്ല. അപ്പോ സഹോദരങ്ങളെ, ഞങ്ങൾ ചോദിച്ച 2 ചോദ്യവും അവിടെ തന്നെ നിൽക്കുന്നു. 2നും മറുപടി കിട്ടില്ല. ഞാൻ ആദ്യം ചോദിച്ചെന്തിനറിയൂ? ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. എന്ത് ബോധ്യപ്പെടുത്താൻ? നിങ്ങൾക്ക് ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇന്ന് അധികാരമില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ കണ്ട ജിന്നിനോടും ശൈത്താനോടൊക്കെ ഇഫിരീത്തെ, പിന്നെ ജിന്നെ എന്നെ രക്ഷിക്കണേ നിങ്ങൾ പറയുന്നു. പുഴക്കരയിൽ മറിയ ജിന്ന്, ആ ആള് ജിന്നിനോട് തേടാണ്. ഞങ്ങൾ ഔലിയാക്കളോട് രണ്ടും എന്താ വ്യത്യാസം എന്നാ ചോദിച്ചത്. ആ വ്യത്യാസം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ടു. നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. നിങ്ങൾ നിങ്ങളെ നേതാക്കളായ ശൈത്താന്മാരോട്, ഞങ്ങൾ നിങ്ങളെ നേതാക്കളായ ഔലിയാക്കളോട്. ഇത്ര വ്യത്യാസമുള്ളൂ. നിങ്ങൾ സക്കരിയ കൗമല്ലേ? എവിടുന്നൊക്കെ നിങ്ങൾ കിതാബ് പിടിച്ച് വരണ്ടേ? പിന്നെ ചെലൂരിൽ ഇയാൾ മറുപടി പറഞ്ഞു. പരസ്യ സ്റ്റേജിൽ മറുപടി പറഞ്ഞു. പള്ളിന്റെ ഉള്ളിൽ നിന്നാ മറുപടി. ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ കയ്യിലുണ്ടത്. ജിന്ന് വന്നത് കൊണ്ട് അശ്വരിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് ബാലുശ്ശേരി പറഞ്ഞിട്ട് എടുത്തു നോക്ക്. അള്ളാഹുവിനുള്ള എല്ലാ കഴിവും പിശാചിന് വകവെച്ചു കൊടുക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന ടി.പിയുടെ പ്രസംഗം ചേലൂരിലെ എന്റെ മസ്ജിദിന്റെ തൊട്ടുമുമ്പിൽ നൌഷാദ് അഹ്സനി വന്ന് ക്ലിപ്പിംഗ് ഇട്ടിട്ട് നൌഷാദ് ചോദിക്കുകയാണ്, ബാലുശ്ശേരി, ഇതാ നിന്റെ നേതാവ് പ്രസിഡന്റ് പറയുന്നു, അള്ളാഹുവിനുള്ള എല്ലാ കഴിവുകളും ഇബിലീസിന് വകവെച്ചു കൊടുത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളല്ല, സക്കാഫിമാരല്ല, ഫൈസിമാരല്ല, നിങ്ങളുടെ ടി.പിയാണ് പറയുന്നത്. എന്ത് പറയാനുണ്ട്? ഇന്ന് വരെ നമുക്കതിന് മൗനം ദീക്ഷിക്കേണ്ടി വന്നു. എന്തിനധികം സമസ്തക്കാര് വരെ മലക്കിനോട് പ്രാർത്ഥിക്കാത്തവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കാത്തവരാണ്. മുജാഹിദുകളിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടായി എന്ന് മുൻ ട്രഷറർ പാലത്ത് അബ്ദുറഹ്മാൻ മദനി പറഞ്ഞു. ഇതെല്ലാം അവർ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളോട് ചോദിച്ചു. നമ്മൾ തലതാഴ്ത്തേണ്ടി വന്നു. പിന്നെ ഞാൻ ചോദിച്ചു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമ്പോഴാണ് ശിർക്കാവുക എന്നല്ലേ പറഞ്ഞത്? അതിന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാനാ പറഞ്ഞത്. നബവി ഇമാമും റാസിമാം പറഞ്ഞ അവിടെ ഇരിക്കട്ടെ, ഞാൻ വരാം. ഓതുവായത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ശിർക്കാണ്, അത് പറയണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് ശിർക്കാണ് എന്നതിന് ആയത്തോതണം. ആയത്താണ് ചോദിച്ചത്. അഭൗതികമായ സഹായം ശിർക്കാണ് എന്നതിന് ആയത്തോതണം. ഓതുമൗലവി ആയത്ത് ഇല്ലേ? സ്വഹീഹായ ഹദീസ് ഇല്ലേ? ദഈഫായ ഹദീസെങ്കിലും പറയണം. വെല്ലുവിളിയാണ്. ഇമാം നബവി എന്ത് പറഞ്ഞു? പഠിപ്പിച്ചിറങ്ങിയത്. റാസി ഇമാം എന്ത് പറഞ്ഞു? ഇൻഷാ അല്ലാഹ് നിങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ ഉസൂലും നിങ്ങൾ പൊളിച്ചേ വിടുന്നുണ്ടായുള്ളൂ. ഒന്നാമത് നിങ്ങൾ പൊളിഞ്ഞു. കാരണം എന്താ? സകല ജിന്നിനും മലക്കിനും വിളിച്ച് ജിന്നേ ഇഫ്രീത്തെ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ശിർക്കല്ല എന്നല്ല നിങ്ങളുടെ വാദം. പിന്നെ ഞങ്ങളോട് പറയാം, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്തവകാശം? കൂട്ടിവെച്ച് പൈക്കുടയാ പ്രസ്ഥാനം. അതുകൊണ്ട് മറുപടി പറയണം. പിന്നെ ഈ ചോദ്യം ആവർത്തിക്കുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞല്ലോ, അതിന് ആയത്തോതണം, ഹദീസ് പറയണം. പ്രമാണം എഴുതിയത് എന്താ? പ്രമാണം എഴുതിയത് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഓതുവായത്ത് ഈ സമുദായത്തെ മുശ്രിക്കാക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച തോന്നിവാസമാണത്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളത് ശിർക്കാണ്. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ അതിന് തെളിവ് പറയണം. 2 ചോദ്യവും ഇവിടെ അന്തരീക്ഷത്തിൽ പറന്നു കളിക്കുന്നു. ബുദ്ധിയുള്ള എല്ലാവർക്കും അത് വ്യക്തം. 2നും മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞാൽ അന്ന് മുജാഹിദില്ല. ഇത് കൃത്യമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, അതുപോലെ അഭൗതികമായ മാർഗത്തിലൂടെ അല്ല ഉള്ള കാരണം ശിർക്ക്. ഇത് ആ മാനദണ്ഡത്തിന് ആയത്തോതിയേ പറ്റൂ. അശ്വനി, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പള്ളിക്കുള്ളിൽ നിന്ന് മറുപടി പറഞ്ഞാൽ മറുപടി ആവൂല. ഒരു പുറത്ത് പരിപാടി നടത്തിയ ഞങ്ങളുടെ പള്ളിയുടെ കോമ്പൗണ്ടർ തൊട്ടപ്പുറത്തടുത്ത പരിപാടിക്ക് പള്ളിക്കുള്ളിൽ മുകളിലത്തെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാ, ഉള്ളിൽ സ്പീക്കർ അല്ല മോനെ, പുറത്ത് മൈക്ക് ഉപയോഗിച്ചാ മറുപടി. ആ മറുപടി നാട്ടുകാർ കേട്ടതാ. അതാ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ മുങ്കർ നക്കീർ വാട്ടിയെന്ന ഫഖറുദ്ദീനെയും യൂസുഫിനെയും വിളിച്ചു ചോദിക്കേ. പിന്നെ മുജാഹിദ് ബാലുശ്ശേരി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ എന്തിനാന്നറിയോ? അതും കൂടെ കേട്ടു. അതാ നിങ്ങൾ പകുതി കേൾക്കും പകുതി മനസ്സിലാക്കൂല. അപ്പൊ എന്താ? ജിന്നും സിഹറുമായ വിഷയം, ഞങ്ങൾ ശിർക്ക് ആരോപിച്ച വിഷയം, ആ വിഷയത്തിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല.
ഞങ്ങളെ ശിർക്ക് ആരോപിച്ചു, ആരോപണമാണ്. അതുകൊണ്ട് തന്നെ അതിന് പകരം ക്ലിപ്പിടേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ഉദ്ധരിച്ച വിഷയം കുത്തുബിയ്യത്തുമായി ബന്ധപ്പെട്ട് പറയാൻ ശ്രമിച്ച വിഷയങ്ങൾക്കൊക്കെ അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന വർത്താനമൊക്കെ അവിടെ നിർത്തിക്കാളേൻ, അതിവിടെ വേണ്ട. രണ്ടാമത്തത്, ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു കിടക്കുന്ന ചോദ്യം മാത്രല്ല, ഇവിടെ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതിന് മോളെ പുറത്തു പോവില്ല തന്നെയാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കണം, ഇത് ഹാളിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പഠിച്ചോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഒന്ന്, ജിന്നുകളും മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയം അത് നമ്മളെ വ്യവസ്ഥയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ വ്യവസ്ഥ രണ്ടാമത് മാറ്റി എഴുതിക്കോ. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. തയ്യാറാണ്. ശരി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഇൻഷാ അല്ലാഹ് രാവിലെ 9 മണിക്ക് ഫ്ലൈറ്റ് പോവാണ്. നിങ്ങൾ എപ്പോഴാണ് പോകണമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാണോ? ഇരുന്നോ, എഴുതാം. ഇത് കഴിഞ്ഞിട്ടിരുന്നോ, ഇവിടെ തന്നെ ഇരിക്കണോ, അല്ല വേറെ എവിടെയെങ്കിലും ഇരിക്കണോ? നമ്മൾ തയ്യാറാണ്. ഞങ്ങളതിലൊന്നും പേടിച്ച് നിൽക്കുന്ന ആളുകളൊന്നും അല്ല. ശരിക്കറിയോ, അതിനേക്കാളൊക്കെ വലിയ ജാടകൾ കളിച്ച ആളുകളുടെ മുന്നിൽ ഞങ്ങൾ പേടിച്ചിട്ടില്ല, പിന്നെ ഞങ്ങളെ മുന്നിൽ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. വിഷയം അവതരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും നിങ്ങൾ അതിനുശേഷം തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇരിക്കാം. പിന്നെ രണ്ടാമത്തെ വിഷയം കാര്യകാരണ ബന്ധം. ആ വിഷയം ഞങ്ങൾ പറഞ്ഞു. അതേ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിലാണ് ഇമാറാസി പറഞ്ഞത്. അതേ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിലാണ്. തഫ്സീർ പറയുമ്പോൾ ആയത്ത് ഓതണം. അതേ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അതല്ല ഇവിടുന്ന് വായിച്ചത്. എന്ന് വായിച്ചില്ല ഇവിടുന്ന്. അതേ തഫ്സീറിൽ വെച്ച് വായിച്ചതാ. എല്ലാരും ഉൾപ്പെടുന്ന വായിച്ച എവിടുന്ന? തഫ്സീർ എന്നാണ്. കഴിഞ്ഞില്ല, അതൊക്കെ വായിച്ച തഫ്സീർ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തി. ആയത്തേതാ? പണ്ഡിതന്മാർ ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുമ്പോ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്ന വാചകം, ഫഇയുരീദു അയഖ്ദഉക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. ആ നസ്ർ വിശദീകരിക്കുമ്പോഴാണ് കൃത്യമായ ബന്ധം വിശദീകരിച്ചു. എവിടെ എന്താണ് സഹായത്തിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ സഹായവും മുഅ്മിനീങ്ങളുടെ സഹായവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം പറയുമ്പോഴാണ് കൃത്യമായി രണ്ടും വേർതിരിച്ചത്. ഭൗതികം, അഭൗതികം, സാധാരണ നടക്കുന്നത്, സാധാരണ നടക്കാത്തത്. അതെ, ആ ഇസ്ലാം എടുത്തിട്ടൊന്നും കാര്യമില്ല. പുതിയ ഇസ്ലാം എടുത്താലും പഴയ ഇസ്ലാം എടുത്താലും ഒന്നും കാര്യമില്ല. അതുകൊണ്ട് വിഷയം ഇതാണ്. അതെ, എന്തുകൊണ്ടാണ് കഴിവുകൾക്കപ്പുറം കഴിവുകൾക്ക് അതീതം എന്ന് പറയാൻ? അതുകൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പുതിയ ഇസ്ലാം എടുത്താലും പഴയ ഇസ്ലാം എടുത്താലും ഏത് ഇസ്ലാഹങ്ങൾ കൊണ്ടുവന്നാലും ശരി, ഇത് ഞങ്ങളെ വിഷയമാണ്. അതുകൊണ്ട് പഠിച്ചോ, പണ്ഡിതന്മാര് ആയത്തോതിയിട്ടാ പറഞ്ഞത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാ. ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് ആയത്ത് കേട്ട് വരുന്നില്ല, വരില്ല. ഇയാൾക്ക് ഇസ്ലാം കാണുന്നതിന് പേടിയാ. കാരണം ജിന്ന് മലക്ക് എന്താ പറഞ്ഞതറിയോ? ലോക മുസ്ലിമീങ്ങളെ പഠിച്ചോ, ഈ തോന്നിവാസം ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കും. കേട്ടോ, ഞാൻ വായിച്ചുതരാം. പുതിയ ഇസ്ലാഹ് പേടിക്കും ഇയാൾ. ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് എന്താ ഇതിൽ പറഞ്ഞത് എന്നറിയോ? കേട്ടോളൂ. അതാണ് ശിർക്കാകുന്നതും ശിർക്കല്ലാത്തതും ഉണ്ടെന്ന് നൽകപ്പെട്ടു വരുന്ന നമ്മുടെ വിശദീകരണങ്ങളും വിവേചന മാനദണ്ഡങ്ങളും നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ നേരിട്ട് ഉദ്ധരിക്കപ്പെട്ടത് അല്ല. ശരിക്ക് കേട്ടോ, അഭൗതികം പഠിച്ച് മനസ്സിലാക്കുക. കാര്യകാരണ ബന്ധങ്ങളിൽ പെടാത്ത എന്ന താങ്കളുടെ നിബന്ധനയും അതേപോലെ അഭൗതിക മാർഗത്തിലുള്ള സഹായ എന്ന കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ സലഫി പണ്ഡിതന്മാരുടെ വിശദീകരണവും നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ നേരിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളെ ഇസ്ലാഹി ഈ ലക്കം വായിക്ക്. എന്തായാലുള്ളത് അഭൗതിക മാർഗത്തിലുള്ള സഹായവേട്ടം, അതേപോലെ കാര്യകാരണ ബന്ധം, ഇത് നമ്മളുണ്ടാക്കിയതാണ്. ഖുർആനിൽ അങ്ങനെ ഇല്ല, ഹദീസിൽ അങ്ങനെ ഇല്ല. പറയട്ടെ, കാരണകാരണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറയണം നിങ്ങൾ മറുപടി. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. ഇതിപ്പോ എന്താ, നിങ്ങള് സ്ത്രീ പള്ളിക്ക് പോകാൻ പാടില്ല. എന്താ തെളിവ്? കുല്ലഅഊദു റബ്ബിൻ നാസ്. ഇതായിട്ട് എന്ത് ബന്ധം?
നിങ്ങൾ ചിഹ്നങ്ങൾ കുടുങ്ങി. പിന്നെ ഇതല്ല, ഇത് വിഷയത്തിന്റെ ഉള്ളിന്നാ ചോദിച്ചത്. നിങ്ങൾ ഔലിയാക്കളോട് തേടുമ്പോ ശിർക്കും, ജിന്നിനോട് തേടുമ്പോ ശിർക്കല്ലാന്നും വ്യത്യാസം പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഇരട്ടത്താപ്പ് മുജാഹിദായതുകൊണ്ടാ അത് പറയണം നിങ്ങൾ. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ അഭൗതികം എന്ന വേർതിരിവിന് ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം, ഖുർആനും ഹദീസും പറയാത്ത ഒരു കാര്യം ഏതാ വിഷയം? അഭൗതിക മാർഗത്തിലുള്ള നേട്ടം ശിർക്കാണ് എന്ന വാദം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കിട്ടില്ല. ആരാണ് എഴുതിയത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പത്രം മിസ്ലാഹ് ചോദിക്കുന്നു, ഖുർആനിലും ഹദീസിലും ഇല്ലെങ്കിൽ എന്തിനായിരുന്നു നിങ്ങൾ ഈ മാനദണ്ഡം വെച്ച് സമൂഹത്തെ ഇതുവരെ മുസ്ലിക്കാക്കിയത്? അതല്ലേ പോലെ ആകെ പറയാ അഭൗതികം കാര്യമാണ്. അത് വെളിഞ്ഞ് ആയത്തില്ല. ഇനി ഞാൻ ചോദിക്കുന്ന ആയത്തുണ്ടോ? ആയത്തില്ല എന്ന് ആരാ പറഞ്ഞു? നിങ്ങളെ പത്രം തന്നെ പറഞ്ഞു ഇസ്ലാഹ്. അത്രല്ലെങ്കിൽ പത്രം അല്ല എന്ന് പറയും. ആ ബാക്കി പണി ഞങ്ങൾ കാണിച്ചു തരാം. മനസ്സിലായോ? പിന്നെ പറഞ്ഞു ഞങ്ങൾ പള്ളി എന്ന് മറുപടി പറഞ്ഞാൽ മറുപടി ആവൂലേ? നിങ്ങൾ ആദ്യം പറഞ്ഞു പള്ളി എന്നാ സ്റ്റേജിൽ നിന്ന്. ആദ്യം ഒരു പരസ്യമായിട്ട് പറഞ്ഞു, നമ്മൾ പരസ്യമായി മറുപടി വെച്ചു. പിന്നെ പള്ളി എന്നാ പറയുന്നത്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയണ്ടേ? അതവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് രണ്ട് ചോദ്യവും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമെന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എവിടെയാണ് ഏത് ആയത്തിലാണ് ഇതുള്ളത്? ഈ സമൂഹത്തോട് നിങ്ങൾ പഠിപ്പിക്കണം. ഇത്ര കാലവും സമൂഹത്തെ നിങ്ങൾ നശിപ്പിച്ച ചോദ്യം അട്ടിമറിക്കണ്ട. അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം, അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളത് ശിർക്കാണെന്ന് ഇവിടെ പറഞ്ഞു.